വീട് പണിയുടെ കാര്യത്തിൽ മലയാളികൾക്കുള്ള ഒരു പ്രത്യേകത അത് വേറെ ഞാൻ കണ്ടിട്ടില്ല. അത് എല്ലാവർക്കും ആ ഒരു ക്യാരക്ടർ അത് ഫ്രം സ്ക്രാച്ച് ടു ഫിനിഷിംഗ് വരെ അത്രയും ഡീപ്ലി ഇൻവോൾവ് ആവുന്നത് പൊതുവെ അല്ലെങ്കിൽ നമ്മൾ അക്രോസ് ദ വേൾഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മലയാളികൾക്ക് ഒരു സ്പെഷ്യൽ ട്രൈറ്റ് ആണ്. അത് മെനക്കെടാനുള്ള മനസ്സുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ വേറെ ഏത് രാജ്യങ്ങൾ എടുത്താലും ആ ഒരു വീടിന്റെ ടൈപ്പിന് ഒരു 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 ഹോമോജനിറ്റി ഉണ്ട്. അത് സെയിം അല്ലെങ്കിൽ ഒരു സിമിലർ പാറ്റേൺ ആണ്. ഇത് ഓരോരുത്തരുടെ ഐഡന്റിറ്റി എന്നുള്ള രീതിയിലാണ് കേരളത്തിലൂടെ പോകുമ്പോൾ. അതിപ്പോ തമിഴ്നാട് പോയാലും ബാക്കിയുള്ളടത്തൊന്നും ഇത്രയും ഇല്ല. അക്രോസ് ഇന്ത്യ എടുത്താൽ തന്നെ എമംഗ് ദ വേൾഡും നമ്മൾ പല ഡെവലപ്ഡ് രാജ്യങ്ങൾ നോക്കുമ്പോഴും എല്ലാവരും വീട് പോയി ഒരു കമ്മോഡിറ്റി പോലെ പർച്ചേസ് ചെയ്യുന്ന. നമ്മുടെ ഇവിടെയാണ് അതിന്റെ ഏറ്റവും സ്റ്റാർട്ട് മുതൽ ഏറ്റവും അവസാനം വരെ ഫുള്ളി ഇൻവോൾവ് ആയിട്ട് ഒരു ക്ലയന്റ് ഉണ്ട്. പക്ഷെ അതിൽ ഞാൻ വേറൊരു വ്യത്യാസം കണ്ടത്, അവർക്ക് അത്രയും ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ട് എനിക്ക് വീട് തോന്നുന്നത്. കാരണം മറ്റൊരു അതൊരു ഡിസ്പോസിബിൾ ഇതുപോലെ വെസ്റ്റേൺ കൺട്രീസ് 15 ഇയേഴ്സ് മാക്സിമം അത്രയേ ഉള്ളൂ. നമ്മുടെ ഒരു ലൈഫ് ടൈം അല്ലെങ്കിൽ ജനറേഷൻസിന് വേണ്ടിയിട്ടുള്ളത് കൊണ്ടും ആ പണിയുന്ന ആളുടെ ക്യാരക്ടർ എപ്പോഴും വീട്ടിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തില് എനിക്ക് പ്രത്യേകിച്ച് മലയാളികൾക്ക് വീട് പണി എന്നുള്ളത് അവർക്ക് എത്ര ഇമ്പോർട്ടന്റ് ആണ്, എത്ര സീരിയസ് ആണെന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൽ എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ മറ്റൊരു കാര്യം, നമ്മളിപ്പം വീട് കേരളം എന്ന് പറഞ്ഞാൽ തന്നെ ഈവൻ വില്ലേജ് ടു സിറ്റി എല്ലാവരും, സിറ്റി മാത്രമല്ല ഒരു തീമോ അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് വരുന്നത്. ഈവൻ വില്ലേജിൽ പോലും സാധാരണക്കാർ വരെ ഏറ്റവും നന്നായിട്ട് അവരുടെ വീട് കൊണ്ടുവരാ എന്നുള്ളൊരു കോൺസെപ്റ്റ് അവരുടെ മനസ്സിലുണ്ട്. അവർ ആ ഒരു തോട്ടുള്ള പ്രോസസ് ചെയ്യുന്നു, നല്ല വർക്ക് ചെയ്യുന്നു. അവർ ആ ഒരു ഫുൾ ഓൺ ഫ്രം ദി സ്റ്റാർട്ട് ടു എൻഡ് നിൽക്കാറുമുണ്ട്. അതില് പല പറയുന്ന പോലെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് കാണും. ഇവൻ അതൊക്കെ ഒരു സൈഡ് ആണെങ്കിൽ തന്നെ അവരത് മെനക്കെടാനുള്ള ഒരു മനസ്സ് കാണിക്കാറുണ്ട്. ഇതിനകത്ത് ഒരു ഇത്ര ഇൻവോൾവ് ആവുന്നതുകൊണ്ട് തന്നെ വീട് പണിന്ന് ആലോചിക്കുമ്പോ തന്നെ ഒരു ശരാശരി മലയാളിക്ക് ഇഷ്ടം പോലെ ടെൻഷൻസ് ഉണ്ട്. അതായത് അവർക്ക് വരുന്ന കൺസേൺസിന് ഒരു എൻലെസ് കൺസേൺ ആണ് അല്ലെ. ഇപ്പം കുറെയൊക്കെ മിത്സ് ഉണ്ട്. എത്ര നാളത്തെ പ്രിപ്പറേഷൻ. അതെ. ആ വീട് പണി തുടങ്ങുക വരെയുള്ളതും ഒരുപാട് കൺഫ്യൂഷൻസ്, ഒരുപാട് അഭിപ്രായങ്ങളും കേട്ട് പല പല ആളുകളുടെ ഒപ്പീനിയൻസ് കേട്ട് അവരവസാനം നാരോ ഡൗൺ ചെയ്തൊരു ഇതിനകത്തേക്ക് എത്തുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അത് വലിയൊരു സംഭവം അല്ലെ. ഇപ്പം വേറൊരു നാഷണാലിറ്റി അല്ലെങ്കിൽ വേറെ ആളുകൾക്ക് അത്രയും കൺസേൺ ആവുന്ന സംഭവമല്ല. അത് ഈവൻ മറ്റൊരു സ്റ്റേറ്റിൽ ഒരാളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇല്ല. പുറത്താണെങ്കിലും നമ്മൾ ഇപ്പൊ കാണുന്ന ഒരു തീമോ, നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു തീമോ വീട് വാങ്ങിക്കാൻ വെച്ചേക്കുന്നത് കാണാം. അത് നല്ല ഭംഗിയുള്ള വീടായിരിക്കും ഓഫ് കോഴ്സ്, അത് പോയി പർച്ചേസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അവിടെ വരുന്ന ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഭയങ്കര മിസ്സിംഗ് ആണ്. പക്ഷെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഫ്രം ദ സ്റ്റാർട്ട് ടു എൻഡ് നമ്മൾ അത് റെഡിയാക്കുന്നതിലാവട്ടെ, അത് എന്റെ വീട് ഇങ്ങനെ ആവണം എന്നുള്ള ഒരു മൈൻഡോടെ അതിന് ഫുൾ എഫേർട്ട് ഇട്ട് അത് ആരെയൊക്കെ കാണാൻ പറ്റുമോ അവരെല്ലാം കണ്ട് അവരുടെ ഒപ്പീനിയൻ എടുത്ത് ഏറ്റവും ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് സെലക്ട് ചെയ്യാനുള്ള ഒരു മനസ്സ് മലയാളികൾക്ക് ഉണ്ടായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അതിൽ കീ പാർട്ട് വരും, അല്ലെങ്കിൽ ഇപ്പം നല്ല വീടുകളിലോട്ട് എത്താൻ കീ പാർട്ട് ആർക്കിടെക്ട്സിന്റേതായിട്ട് ഉണ്ടെന്നുള്ളത് എനിക്ക് ഇപ്പോഴും തോന്നാറുണ്ട്. ഇതില്ലാത്തതിന്റെ ഒരു കുറവും ഇഷ്ടംപോലെ കാണാറുണ്ട്. മലയാളികൾ മനസ്സിലാക്കി വരുന്നു. അതെ, ഇത്രയും നാളും ഇല്ലായിരുന്നു. ഇപ്പം ഒരു 100 years ബാക്ക് അന്നൊക്കെ നല്ല ബിൽഡിങ്സ് ഉണ്ട്. പിന്നെ ഈ ഒരു 100 yearsനകത്ത് മിക്സ്ഡ് ഓഫ് അല്ലെങ്കിൽ മിക്സ്ഡ് ആയിട്ടുള്ള പല ടൈപ്പ് ഓഫ് ബിൽഡിങ്സ്. അതായത് ഒരു ബിൽഡിങ്ങിനെ വെച്ച് ആർക്കിടെക്ചർ ക്വാളിറ്റി ഇല്ലാത്ത ഒരുപാട് ബിൽഡിങ്സ് വന്നു. ഇപ്പൊ വീണ്ടും തിരിച്ച് വീടിന്റെ കേസിനകത്ത് ആളുകൾ ഒരു ആർക്കിടെക്റ്റിനെ കൺസൾട്ട് ചെയ്യണം എന്നുള്ള തോട്ടിലോട്ട് വന്നിട്ടുണ്ട്. അത് ഒന്ന് എനിക്ക് അടുത്തിടെ നമ്മളിപ്പോ ഒരു റീലിൽ നമ്മുടെ സന്തോഷോട് കുളങ്ങറിയാൻ ഒരു കാര്യം പറഞ്ഞൊരു കാര്യം ഇമ്പോർട്ടന്റ് ആണ്. പുള്ളി ഇത്രയും നാള് പുറത്തൊക്കെ പോയി അല്ലെ ആ ഒരു എക്സ്പ്ലോറേഷൻ ഒക്കെ നടത്തി അദ്ദേഹം ചെയ്ത ഒരു പോയിന്റ് ആണ് ഒരു വീഡിയോയിൽ ഞാൻ കണ്ടത്. വീട് പണിയുമ്പോൾ ആർക്കിടെക്റ്റിനെ കൊണ്ട് തന്നെ പണിയിക്കുക, ആർക്കിടെക്റ്റിനെ അറിയുള്ളൂ അതെങ്ങനെ ചെയ്യണം എന്നുള്ളതും അതെങ്ങനെ അതിൻ്റെ ഒരു സോൾ ആ വീടിന് കൊടുക്കുക എന്നുള്ളതും നമ്മുടെ ആവശ്യാനുസരണം അതെങ്ങനെ അത് ഇൻപുട്ട് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് ഒരു ആർക്കിടെക്റ്റിനെ പറ്റുള്ളൂ. അതാണ് നമ്മുടെ നാട്ടിൽ മിസ്സിംഗ് എന്ന് പുള്ളി അത് എടുത്തു പറയുന്നത്. പുള്ളിക്ക് അത് പുറത്തു പോയി പല ആർക്കിടെക്ചറൽ ബിൽഡിങ്സും കാര്യങ്ങളും മനസ്സിലാക്കിയതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പുള്ളിയുടെ ഒരു വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്. സോ ആ ഒരു പോയിന്റ് എന്റെ മനസ്സിൽ ഇപ്പോൾ വന്നു. ആ ഒരു ഇമ്പോർട്ടൻസ് ഇപ്പൊ മലയാളികൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. പണ്ട് ഇങ്ങനെ ആയിരുന്നില്ല. സന്തോഷ് സാറ് പറയുന്ന ഇതിനകത്ത് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറയുന്നതാണ്, ഒരു ആർക്കിടെക്റ്റിന്റെയും ആർട്ടിസ്റ്റിന്റെയും കുറവ് നമ്മുടെ ഗവൺമെന്റ് ബിൽഡിങ്സിനും നമ്മുടെ വീട് പണിയുന്ന ആൾക്കാർക്കും നമ്മുടെ മൊത്തം സൊസൈറ്റിയിൽ ശരിക്കും പറഞ്ഞാൽ എപ്പോഴും കുറവുണ്ട്. എപ്പോഴും ഒരു പെട്ടിയാണ് എപ്പോഴും എൻഡ് റിസൾട്ട്, എസ്പെഷ്യലി ഗവൺമെന്റ് ബിൽഡിങ്സ്.
ഇപ്പൊ വീടുകളിൽ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഗവൺമെന്റ് സെക്ടറിൽ ഇപ്പോഴും വന്നിട്ടില്ല. Exactly. അവർ ആലോചിച്ച് പോലും തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് അതിനകത്ത് ഒരു fact. അദ്ദേഹം ഇപ്പൊ ഈ ഗവൺമെന്റ് ഒരു അതോറിറ്റിക്ക് അകത്തൊരു മെമ്പർ ആണെങ്കിൽ തന്നെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നതൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ടെന്നുണ്ട്. അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഇൻപുട്ട് എല്ലാം അദ്ദേഹം ആ ഒരു ടീമുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട്. ബട്ട് ആ ഒരു ഇംപ്ലിമെന്റേഷൻ ഇപ്പോഴും വന്നിട്ടില്ല എന്നുള്ളത് ഒരു അത് ആ ബ്യൂറോക്രസിയും ആ താഴ്ത്തോട്ടേക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്ന പ്ലാനിങ് ബോർഡിൽ എന്തോ ഒരു പൊസിഷനിലാണ് സന്തോഷ് സാർ ഉള്ളത്. അപ്പം നമ്മളിപ്പോ ഇറ്റലിയോ അല്ലെങ്കിൽ ഫ്രഞ്ചോ അല്ലെങ്കിൽ ഫ്രാൻസിലോ അല്ലെങ്കിൽ യൂറോപ്യൻ നേഷൻസോ അമേരിക്കയിലോ എവിടെ പോയാലും അതിപ്പോ ഒരു ചെറിയൊരു പെട്ടിക്കടയാണെങ്കിൽ പോലും അവരൊരു ബോർഡ് വെക്കണതിൽ വരെ ആർക്കും സെൻസും ഉണ്ട്. അതാണ് സന്തോഷ് സാറ് പറയുന്നതും സാറ് പറഞ്ഞൊരു കാര്യം. ഈ പറയുന്ന എലമെന്റ് അപ്പൊ എന്തെടുത്താലും ഇപ്പൊ ഒരു പെട്ടിക്കട റോഡി വെച്ചാൽ തന്നെയും പുള്ളി അവരത് അതിനുള്ള ആ ഒരു ക്യാരക്ടറും അതിന്റെ ഒരു ഫോമും ആ സറൗണ്ടിങ് ഏരിയയായിട്ട് സിങ്ക് ആവുന്ന രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ അവരുള്ളവർ ശ്രമിക്കാറുണ്ട്. നമ്മുടെ ഇവിടെ അതിനുള്ള ഒരു ശ്രമം ഇതുവരെ സ്റ്റാർട്ട് ചെയ്തു. എനിക്കെപ്പോഴും തോന്നാറുള്ളത് എനിക്ക് എന്തുകൊണ്ടാണ് റീസൺ എന്നുള്ള ഞാൻ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇത്രയും നാളത്തെ ട്രാവൽ എനിക്ക് 13 രാജ്യങ്ങളിൽ പോയതിനകത്ത് ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ആർക്കും തോന്നാതെന്ന് വിചാരിക്കും. കാരണം ഞാൻ കാണുമ്പോൾ ഒരു ബസ് സ്റ്റോപ്പ് വരെ വണ്ടർഫുള്ളി ഡിസൈൻഡ് ആണ്. അതിന് എന്തെങ്കിലും കോസ്റ്റ് ഉണ്ടില്ല, അതിന്റെ പുറകിൽ ഒരു തോട്ട് വന്നു എന്നുള്ളത്. അപ്പൊ എനിക്ക് ഫൈനലി എനിക്ക് കിട്ടിയ കൺക്ലൂഷൻ ഇതൊരു കൾച്ചറൽ അല്ലെങ്കിൽ കൾച്ചറലി അവർ പഠിച്ച സംഭവം. ഇപ്പം അവര് ജനിച്ചു വന്നപ്പോ പോലെ കാണുന്നത് ആ ഉള്ള ബിൽഡിങ്സിനും എല്ലാ സംഭവം ഒരു ആർട്ട് റിലേറ്റഡ് ഒരു ക്വാളിറ്റി ഉണ്ട്, അതിന് മിനിമം ക്വാളിറ്റി ഉണ്ട്. അതിപ്പോ പുതിയതായിട്ട് കൊണ്ടുവരുന്നതാവട്ടെ ഉള്ളത് പ്രിസർവ് ചെയ്യുന്നതിലാവട്ടെ അവർക്ക് വാല്യൂ കൂടുതൽ അറിയാതെ എനിക്ക് തോന്നുന്നത് അല്ലെ. അപ്പൊ ഇപ്പൊ യൂറോപ്യൻ കൺട്രീസ് പ്രത്യേകിച്ച് അതിപ്പം ഇപ്പൊ നമ്മള് പല ഇംഗ്ലീഷ് മൂവീസിനകത്തും റോം അല്ലെങ്കിൽ പ്രാഗ് ഇതൊക്കെ കാണുമ്പോഴും അത് ആ ഒരു 100 200 അതിന് മുകളിൽ 500 years ബാക്കുള്ള സിറ്റി എന്താണോ അത് പ്രിസർവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മേ ബി ആ ആളുകൾ കണ്ടു വന്നത് ഇതായിരിക്കാം. അവര് കണ്ടിട്ടുള്ള എല്ലാം ബ്യൂട്ടിഫുൾ ബിൽഡിങ്സ് ആവുമ്പോൾ അവർക്ക് അതിൽ കുറഞ്ഞത് ഒരെണ്ണം പിന്നെ രണ്ടാമത് പണിയാൻ അവർക്ക് ലജ്ജയാന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു യൂറോപ്യൻ രാജ്യത്തോടെ പോവാണെങ്കിൽ കാലം മാറി ഇത്രയും ന്യൂജനായി ഇവിടെ എത്തിയെങ്കിൽ കൂടെ ഇപ്പോഴും അവരൊരു സിറ്റി പ്ലാനിങ് ചെയ്യുന്ന സമയത്ത് വേണം ഒരു ബോളാർഡ് പോസ്റ്റ് എടുക്കാന്ന് വെച്ചാൽ അവരൊരിക്കലും ഒരു മിനിമലിസ്റ്റിക്കോ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിസൈൻ കൊണ്ട് വെക്കില്ല. അവർ ആ സറൗണ്ടിങ്ങിനും അവിടുത്തെ ബിൽഡിങ്ങിനും ചേരുന്ന രീതിയിൽ ഇച്ചിരൂടെ ഒരു കോർണിസും കാര്യങ്ങളും ഇച്ചിരൂടെ ഡീറ്റെയിൽ ഒക്കെ ഉള്ള ഒരു ടൈപ്പ് ഒരു ഇൻട്രിക്കേറ്റഡ് ബോളാർഡ് പോസ്റ്റ് ഒക്കെ അവർ കൊണ്ടുവെക്കണം. അതിപ്പോ ഈ പറയുന്ന ഒരു ടെലിഫോൺ ബൂത്ത് ആവട്ടെ ബാക്കിയുള്ള ഈവൻ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ആവട്ടെ അതെല്ലാം അവർ അത്രയും ഫോക്കസ് ചെയ്ത് അവരോട് പ്ലീസ് ചെയ്തു എന്നുള്ളതാണ്. ആ ഒരു ചിന്ത നമ്മുടെ ഇവിടെ വരാറില്ല എന്നുള്ളതൊരു സാറ്റിസ് പോസ്റ്റ് ആണ്. ഫസ്റ്റ് ഒക്കെ എന്നെ ഞാൻ വിചാരിച്ചിരുന്നത് ഓക്കെ അവർ റിച്ച് കൺട്രി ഒരു വലിയ സിറ്റി ഒക്കെ ആയതുകൊണ്ട് അവർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ഞാൻ ലേറ്റർ ഓൺ ഫൗണ്ട് ഔട്ട് ചെയ്തത് വളരെ ഇന്ത്യയുടെ എക്കണോമിനൊക്കെ വളരെ താഴ്ന്നു കിടക്കുന്ന പല രാജ്യങ്ങളുണ്ട്. അവിടെയാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ യൂറോപ്യൻ കൺട്രീസിനകത്തുള്ള വളരെ ചെറിയ ഗ്രാമങ്ങളിൽ പോലും ഏറ്റവും പാവപ്പെട്ട ഒരാളുടെ വീടിനകത്തോ അല്ലെങ്കിൽ അയാൾ നടത്തുന്ന ഒരു കഫേ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കിയോസ്കിന് പോലും ജസ്റ്റ് നമ്മളിവിടെ പെട്ടിക്കട എന്ന് പറഞ്ഞ ആ ഒരു സംഭവത്തിന് പോലും അവർ ആ ലെവൽ ഓഫ് ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു അവർക്ക് ആ കാഴ്ചപ്പാട് മുമ്പേ ഇൻബോൺ ആയിട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ഇന്ത്യക്കാർക്ക് ഇത് നേരെ തിരിഞ്ഞു അതെനിക്ക് ഭയങ്കരമായിട്ട് അപ്പൊ അനുകരിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ അനുകരണം നമ്മുടെ ഒരു കൾച്ചറോട് കിട്ടിയിട്ടില്ല എന്നുള്ളത് അല്ലെങ്കിൽ നല്ലത് കണ്ട് ശീലിക്കാത്തത് കൊണ്ടാണ് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അപ്പം ഒരു ആർക്കിടെക്ടർ എന്ന നിലയ്ക്ക് ഞാൻ എപ്പോഴും ഈ ഒരു ഫിനോമിനെ എങ്ങനെയൊക്കെ മാറ്റാം, നമ്മൾ നല്ല വിഷൻ നമുക്ക് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും മൈൻഡ് സെറ്റിലുള്ളതിനെ സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്നതിലൂടെ മാത്രമേ നല്ലത് ചെയ്ത് കാണിച്ചു കൊടുക്കാം. പക്ഷെ അത് എങ്ങനെ ശരിയാവുന്നുള്ളതില്ല, നമ്മുടെ പാർട്ടി ചെയ്യാന്നുള്ളത് ഒരു ആർക്കിടെക്ടർ നമ്മുടെ ഒരു ഗിവിംഗ് ബാക്ക് ടു സൊസൈറ്റി എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോ ഇത് നമുക്ക് പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റുന്നതല്ല. നമുക്കൊരു ഓപ്ഷൻ ഒരു ചാൻസ് കിട്ടുമ്പോൾ നമ്മൾ അതിലൂടെ ചെയ്ത് കാണിക്കുന്നത് എങ്ങനെ ഇതും അതും സിങ്ക് ആയിട്ട് എടുക്കാം, ഇപ്പോൾ ഉള്ളതും അല്ലെങ്കിൽ ഇപ്പൊ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളതുമായിട്ട് എങ്ങനെ അത് ബന്ധപ്പെടുത്തി എടുക്കാം എന്നുള്ളത് നമ്മുടെ തോട്ട് പ്രോസസ്സിലൂടെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കാറുണ്ട്. ഇതിന് എപ്പോഴും ആളുകൾക്ക് ഇപ്പൊ ഒരു ഹിൻഡ്രൻസ് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് അറിവ് കിട്ടാത്ത ആളുകൾക്ക് ഹിൻഡ്രൻസ് എപ്പോഴും കോസ്റ്റ് ഫാക്ടർ. അവരെപ്പോഴും പെട്ടെന്ന് അസ്യൂം ചെയ്യുന്ന ഒരു ഈസി ഇത് ഓക്കെ അവരവിടെ നടക്കും, നമുക്ക് ഇത് ഇത്രയും കാശ് മുടക്കി ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അത് ഇപ്പം നമ്മൾ ചെയ്തേക്കുന്ന നമ്മുടെ ആർട്ടിസ്റ്റ് പ്രൊജക്ട്സിനകത്ത് നമ്മൾ പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചിട്ടും പലതും അങ്ങനെയാണ്. കോസ്റ്റ് അല്ല ഇതിന് ഡിസൈനിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നത്. ആ ഫൈനൽ ഔട്ട്കം ഭംഗിയാവാൻ അതിന് കോസ്റ്റ് ഒരു ബന്ധമില്ല എന്നുള്ളതാണ്. അപ്പം ആളുകൾക്ക് പൊതുവെയുള്ള ഒരു ഏറ്റവും വലിയ മിത്ത് പ്രോപ്പർ ആയിട്ട് ഡിസൈൻ ചെയ്യണമെങ്കിൽ അതിന് നല്ല കോസ്റ്റ് ആകും. അതെ, നേരെ മറിച്ച് ഓക്കെ എനിക്ക് ഇന്നൊരു 4 റൂമുള്ള വീട് വേണം അല്ലെങ്കിൽ ഇന്ന സാധനം വേണം, അത് പണിയാൻ നേരെ ഒരു കോൺട്രാക്ടറെ കൊണ്ട് ഏൽപ്പിക്കാം, അതിനകത്ത് ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ ഇതിന്റെ ഹോൾ പിക്ചർ അറിഞ്ഞിരുന്നെങ്കിൽ
ആളുകൾ കുറെ കൂടി ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് എന്തൊക്കെയാണ് അതിന്റെ അകത്ത് വരുന്നത്, ആ ഓരോ എലമെന്റിന്റെ ഇമ്പോർട്ടൻസ് ആളുകളിലേക്ക് എത്തുവാണെങ്കിൽ ഓഫ് കോഴ്സ് അവർക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുകയും ചെയ്യും. ഈ കോസ്റ്റ് എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കോസ്റ്റ് കൂടുതലാണ് പോകുവാണെങ്കിൽ അതിനൊരു വാല്യൂ ഉണ്ട്, അതിന്റെ ഒരു മീനിങ് ഉണ്ട് എക്സാക്ട്ലി. ആ വാല്യൂടെ ഫാക്ടർ എനിക്ക് എപ്പോഴും ഇപ്പം പലരും ചോദിക്കും ആർക്കിടെക്റ്റിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കോസ്റ്റ്ലി അല്ലേ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ എപ്പോഴും ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത് വാല്യൂ ആ, നമുക്കൊരു വാല്യൂ പ്രപ്പോസലാണ് ശരിക്കും. നിങ്ങൾ ഇനീഷ്യൽ കോസ്റ്റ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ വീടിന്റെ ഇപ്പം 1 കോടി അല്ലെങ്കിൽ 80 ലക്ഷം രൂപയ്ക്ക് വീട് പണിയാനുള്ള ഹോൾ കോസ്റ്റ് നിങ്ങൾ നോക്കിയിട്ട് സംസാരിക്കും. ഇത് ഇനീഷ്യലി പ്ലാൻ വരയ്ക്കാനുള്ള കോസ്റ്റ് മാത്രം ആൾക്കാർ കമ്പയർ ചെയ്യും. ജസ്റ്റ് പ്ലാൻ വരച്ചിപ്പോ സപ്പോസ് ഏറ്റവും മിനിമത്തിൽ പ്ലാൻ വരയ്ക്കുന്ന ഒരു കോൺട്രാക്ടർ ഇപ്പൊ പ്ലാൻ വരയ്ക്കേണ്ട പോലും ആവശ്യമില്ല, നേരെ പോയി പണിത് പോവാം. അത് ഞാനിപ്പോ നമ്മൾ കാണാറുണ്ട്, അവിടെ ഉള്ള സിമിലർ പാറ്റേൺസ് ആയിരിക്കും ചില വീടുകളിൽ നമ്മൾ കാണാറുള്ളത്. കാരണം ആ ഒരു തോട്ട് പ്രോസസ് ആ വീട്ടിൽ താമസിക്കുന്നവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചായിരിക്കണമെന്നില്ല അവർക്ക് കിട്ടുന്ന പ്ലാൻ. ആ പ്ലാനിനെ ബേസ് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിന് കുഴപ്പമില്ല, അത് എക്സ്പെൻസ് എന്തോരം ആയാലും നമുക്ക് ഒരു ഫോമിലോട്ട് എത്തുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ പ്ലാനിങ് സ്റ്റേജ് തൊട്ടേ ഒരു ആർക്കിടെക്ടിന്റെ ഇൻവോൾവ്മെന്റ് നല്ല ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് ആളുകൾക്ക് ആ നോളജ് ഇല്ലാത്തതുകൊണ്ടല്ലേ ശരിക്കും നമുക്ക് വരുന്ന ഏറ്റവും കൂടുതൽ പ്രൊജക്ട്സും എൻക്വയറീസും റെനോവേഷൻസിന് വരാറുണ്ട്. ഈ റെനോവേഷൻ ചെയ്യുന്ന ഏതാ 10 വർഷമായ വീടുകളാണ്. ഞാൻ അപ്പം ആലോചിക്കും, ഞാൻ അപ്പോഴും പറയും, അല്ലെങ്കിൽ ഒരു വലിയൊരു ലോങ് ടേം റെനോവേഷൻ എടുക്കുന്ന ആൾക്കാരുടെ ഞാൻ പറയാറുണ്ട്, ഇത് ഈ റെനോവേഷന് വേണ്ടി നിങ്ങൾ കളയുന്ന പൈസയുടെ ഫ്രാക്ഷൻ ഓഫ് 1/10 അല്ലെങ്കിൽ എന്താ പറയാ 0.5 മതി. അതിന്റെ അത്രയും പെർസെന്റേജ് നിങ്ങൾ ആദ്യം കൊടുത്തിരുന്നെങ്കിൽ ഈ വീട് ഒരിക്കലും റെനോവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ആ പണിഞ്ഞ സമയത്ത് അവർ ചിന്തിക്കുന്ന 5-10 വർഷത്തേക്കുള്ളൊരു, അത് അവര് ക്ലയന്റിന്റെ കുറ്റം അല്ല. ഇപ്പം നമ്മൾ ഒരാളെ അപ്രോച്ച് ചെയ്യുമ്പോൾ ആ അപ്രോച്ച് ചെയ്യുന്ന ആള് ചിന്തിക്കുന്നത് ഒരു 10 to 5 എന്നുള്ളൊരു രീതിയിലോട്ട് ലിമിറ്റ് ആയി പോകുന്നത് കൊണ്ട് അതെന്തോന്ന് അറിയോ, അപ്പം അവര് അപ്രോച്ച് ചെയ്യുന്ന ചിലപ്പോൾ ഒരു കോൺട്രാക്ടർ ആയിരിക്കാം. കോൺട്രാക്ടറെ സംബന്ധിച്ച് അയാളുടെ ഇൻസെന്റീവ് എന്താ, അയാൾക്ക് അപ്പൊ ഒരു വർക്ക് ഒരു വീട് പണിത് കൊടുത്താൽ അത് ഇത്ര രൂപയുടെ ഇത്ര % അയാൾക്ക് ലാഭം കിട്ടും. അയാളെ സംബന്ധിച്ച് നല്ല ഡിസൈൻ ഡസന്റ് മാറ്റർ, ഒരു പ്രൊജക്ട്. അതെ, കോൺട്രാക്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ലേബറേഴ്സ് ആയിട്ട് ഇടപഴകി ലേബറേഴ്സിനെ മാനേജ് ചെയ്ത് പോകുന്ന ഒരാളെന്ന് മാത്രമേ, അയാൾക്ക് ഒരു ആർട്ട് ബേസും ഇല്ല, ഒരു ടെക്നിക്കൽ ഇതും ഇല്ല, എക്സ്പീരിയൻസസ് വെച്ചിട്ട് പല കാര്യങ്ങളുണ്ടാവും. ആ ഒരു ഹ്യൂമൻ നേച്ചർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതൊരു ലിവിങ്ങിനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യും, ആ ഒരാളുടെ ജീവിതത്തിൽ ഉടനീളം അത് എങ്ങനെ എഫക്ട് ചെയ്യും എന്നുള്ളൊരു കോൺസെപ്റ്റും കാര്യങ്ങളും ഒന്നും ആ കോൺട്രാക്ടർ എന്ന് പറയുന്ന ഒരാൾക്ക് കാണണമെന്നില്ല. കാരണം അവർ വന്ന രീതിയും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അവർക്ക് നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല, ബട്ട് അവർ വന്ന രീതിയും നമ്മൾ വന്ന രീതിയും എൻറ്റയർലി ഡിഫറെന്റ് ആയതുകൊണ്ട് നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ എല്ലാം ഡിഫറെന്റ് ആയതുകൊണ്ട് നമുക്ക് അതിൽ കൂടുതൽ ഇൻവോൾവ്മെന്റും കൂടുതൽ ഔട്ട്പുട്ടും നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റും എന്നുള്ളത് ഒരു ഫാക്ടറായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഒരു കറക്റ്റ് പേഴ്സൺ, ഇപ്പൊ ഒരു ആർക്കിടെക്ടിനെ ആയിരുന്നു അവർ അന്ന് മീറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ നമ്മൾ എത്ര റെനോവേഷൻസ് ഉണ്ട് അല്ലെ, കോടിക്കണക്കിന് രൂപയുടെ റെനോവേഷൻസ് മാത്രം ചെയ്തിട്ട് ഒരു വീട് കോടിക്കണക്കിന് രൂപ സ്പെൻഡ് ചെയ്തിട്ട് ഞാൻ ആലോചിക്കും അന്ന് അയാളെ നിസ്സാരം ചിലപ്പോ ഒരു അന്ന് അയാൾ പ്ലാൻ വരപ്പിച്ചെങ്കിൽ ഒരു 3-4 ലക്ഷം രൂപ കൂടുതൽ ആർക്കിടെക്ടിന് കൊടുത്തെങ്കിൽ ആ വീട് ഒരു 30 years അല്ലെങ്കിൽ 50 yearsലോട്ടേക്കും അവർ തൊടില്ലായിരുന്നു. കാരണം ഇപ്പൊ റെനോവേറ്റ് ചെയ്യുന്നതിന് ഹാഫ് പ്രൈസ് മതിയായിരുന്നു അന്ന് ചെയ്യാനുള്ളത്. അപ്പം ഇത് ആ ഒരു നോളജ് ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഹോൾ സിസ്റ്റം എന്താണെന്നുള്ളത് കറക്റ്റ് ഒരു അൺഇൻഫോംഡ് ആയി എന്നുള്ളത് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത്. അപ്പൊ എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം അതാണല്ലോ, ഒരു വീട് പണിയാണെങ്കിൽ അത് എല്ലാ ജനറേഷനിലും ഏത് കാലത്തേക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ പഴയ തറവാടുകൾ ബംഗ്ലാവുകളൊക്കെ ഇപ്പോഴും ആരും തൊടാതെ വെച്ചേക്കുക. അത് അന്ന് ബ്യൂട്ടിഫുള്ളി ചെയ്ത സംഭവം. അവർക്ക് ഇപ്പോഴും അത് വാല്യുബിൾ ആയിട്ട് തോന്നാനുള്ള റീസൺ അന്ന് അവര് ചെയ്തത് വൃത്തിക്ക് ചെയ്തു. പിന്നീട് 100 years ഒരു തൊടേണ്ട ആവശ്യമില്ല, അതിനെ ജസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി. മറ്റേത് ഒരു 10 വർഷമായ ബിൽഡിംഗ് മക്കളുടെ കല്യാണം ആകുമ്പോഴത്തേക്ക് വീണ്ടും സൗകര്യം ഇല്ല, അതിന് ഭംഗിയും പോരാ, ഫാഷൻ ഔട്ടായി, ഇതൊക്കെ പ്രശ്നങ്ങൾ. ഇത് വെച്ചിട്ട് പിന്നെ അവരൊരു വീട്ടിൽ മുടക്കണ പൈസയും അതിനേക്കാളും വലിയ എഫോർട്ട് അവർ എടുക്കുന്നുണ്ട്. ഇത് ഫ്രീക്വന്റ് അല്ലേ? അന്ന് ചെയ്ത വീടുകൾ ഇപ്പൊ ഈ പറയുന്ന പോലെ പണ്ട് വീട് ചെയ്ത തറവാടുകളൊക്കെ തന്നെ അതിന്റെ പ്ലാനിങ് എടുത്താലും അതിന്റെ ഒരു എക്സിക്യൂഷൻ എടുത്താലും അതിന്റെ ഒരു ഫോർമാറ്റ് എടുത്താലൊക്കെ തന്നെ എന്തോരം ഹ്യൂമൻ ബീങ്ങുമായിട്ട് അറ്റാച്ച്ഡ് ആണ്. അത് ഈവൻ ഈ കിച്ചൺ ഫ്രണ്ടിൽ വരുന്ന ഈ സ്പേസ് ആയിരിക്കണം, അതിനൊക്കെ ഒരു റീസൺസ് ഉണ്ട്. അതൊക്കെ വാസ്തു പ്രിൻസിപ്പിൾസ് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ഇൻപുട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഒരു വീട് പണിയാം, ബേസിക് ആയിട്ടുള്ള കുറച്ച് വാസ്തു ഒന്ന് അറ്റാച്ച് ചെയ്ത് അടിച്ചേൽപ്പിച്ചങ്ങ് ചെയ്ത് ലാസ്റ്റ് 50 years അങ്ങനെ ഉള്ളൂ. എല്ലാവർക്കും വീട് വേണം, പെട്ടെന്നൊരു സാധനം ചെയ്തത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു 4-5 പോയിന്റ് ബേസിക് ആയിട്ടുള്ള വാസ്തു കണക്ട് ചെയ്തെടുക്കാൻ മാത്രമേ ഇപ്പൊ ചിന്തിക്കുന്നു. അതെ. അപ്പൊ അതിനകത്തും അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ വീടുകളും ഇപ്പൊ നമ്മുടെ പേരൻസിന്റെ അതിന് മുമ്പത്തുള്ള ഒരു ലാസ്റ്റ് 50 years എല്ലാ വീടും എടുത്താലും എല്ലാം സിമിലർ ഫോർമാറ്റാണ്. കയറി വരുമ്പോൾ ഒരു സിറ്റ് ഔട്ട്, നേരെ ഒരു ഹാളിലോട്ടാണ് കയറുന്നത്. ആ ഹാളിൽ ഒരു ലിവിംഗ് സോഫ ഉണ്ടാവും, ഒരു ഡൈനിങ് റൂം ഉണ്ടാവും, ഇതിന് ചുറ്റിനോ ബെഡ്റൂംസ്, ഒരു പ്രൈവസിയിൽ ഒന്നുമില്ല. ചിലപ്പോൾ അടുക്കള ഒന്നും ചിലപ്പോൾ ലിവിംഗ് റൂമിൽ നിന്ന് തൊട്ടടുത്തായിരിക്കാം. ഇങ്ങനെ വെന്റിലേഷൻ ചിലപ്പോൾ ക്രോസ് വെന്റിലേഷൻ ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ പറയുമ്പോഴല്ല എന്റെ വീട് ഞാൻ ഓർത്തോണ്ടിരിക്കുക. അതിന്റെ ഒരു കോൺസെപ്റ്റ് സിമിലർലി ആണ് എനിക്കും തോന്നിയിട്ടുള്ളത്. നമുക്ക്
കയറി ചെല്ലുക, ഒരു ഹോൾ ഉണ്ട്, ആ ഹോളിൽ നിന്ന് സ്പ്രെഡ് ചെയ്ത് പോകുന്നൊരു 4 ബെഡ്റൂം, ആ 4 ബെഡ്റൂമിലോട്ട് ഹോളിൽ ഈസിലി ആക്സസിബിൾ ആണ്, വിഷൻ ഉണ്ട്, ആ ഒരു നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇത് എക്സ്പ്ലോർ ചെയ്യുന്നത്. പ്രൈവസി എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് അന്ന് ആർക്കും ചിന്തയില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ അത് അറ്റ്മോസ്റ്റ് പ്രയോറിറ്റി ഉള്ള ഒരു കാര്യം തന്നെ മാറിയിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു മാറ്റം വേണ്ടി വരുമ്പോഴാണല്ലോ അവർ റെനോവേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എത്തിപ്പെടുന്നത്. ഇപ്പൊ ഇത് ആ കൾച്ചറൽ ഫിനോമിന എന്ന് പറഞ്ഞത് ഇത് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യം ഒന്നുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ ട്രാവലിന്റെ ഇടയ്ക്കൊക്കെ വളരെ ചെറിയ വീടുകളിൽ താമസിച്ചിട്ടുണ്ട്. ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ പുറം രാജ്യത്തൊന്നും നമ്മുടെ വീടിന്റെ അത്രയൊന്നും വലിപ്പമില്ല, അവർക്കൊക്കെ ഒരു 1000 സ്ക്വയർ ഫീറ്റ് ധാരാളം. ഇപ്പം ഞാനിപ്പോൾ പെട്ടെന്ന് ഓർത്തെടുക്കുവാണെങ്കിൽ പെർത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത്, വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ സ്ഥലം, ഞാൻ അവിടെ ഈ പറഞ്ഞ 2 ആഴ്ച അതുപോലെ ഒരു ഓസ്ട്രേലിയന്റെ കൂടെ താമസിച്ചിരുന്നു. അത് വളരെ കുഞ്ഞൊരു വീടാണ്, പക്ഷെ അവിടുത്തെ ആ അത്രയും കുഞ്ഞു വീട്ടിൽ പോലും 3 ബെഡ്റൂം ഇല്ല, 3 ബെഡ്റൂം ഉണ്ട്. അതിനകത്ത് പോലും പ്രൈവസി അവരെങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്തു എന്നുള്ളതിനകത്ത് ഞാൻ അന്തം വിട്ടു. അതായത് നമ്മുടെ വീട്ടിൽ ഇപ്പോഴും വലിയ മാളികകൾ പണിയുന്ന അല്ലെങ്കിൽ 3000 എബോവ് പോകുന്ന പ്രൊജക്ടുകൾ പോലും പ്രൈവസിക്ക് ഇപ്പോഴും കൺസേൺ ഉള്ള ഇഷ്ടംപോലെ വീടുകളുണ്ട്. ഇത് അത്രയും ചെറിയ വീട്ടിൽ പോലും പബ്ലിക് ഏരിയസ് സെപ്പറേറ്റ്, ഫ്രണ്ട്സോ ആക്ടിവിറ്റീസോ വരുമ്പോൾ അതിന് വേറൊരു സെപ്പറേറ്റ് വിങ് തന്നെയാണ്. ബെഡ്റൂംസ് എല്ലാം കംപ്ലീറ്റ്ലി സെക്ലൂഡഡ് ആണ്. ഇത് രണ്ടും നമ്മൾ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ ആലോചിച്ചു, ഓക്കെ, ഇത് ഏരിയ ഇല്ലാത്തതുകൊണ്ടോ ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ടല്ല, അതൊരു കൾച്ചറൽ ഫിനോമിന എന്നുള്ളത് തോട്ട് എനിക്ക് അന്ന് പോലെ വന്ന് തുടങ്ങിയത്. എന്ത് ചെയ്താലും ഒരു വൃത്തിക്ക് ചെയ്യുള്ളൂ, അതിന്റെ പർപ്പസിന് ചെയ്യും. നമ്മള് ഇപ്പൊ നടുക്കൊരു ഹാള്, ചുറ്റിനും ബെഡ്റൂംസ്, ബാക്കിൽ അടുക്കള, നടുക്കോടൊരു സ്റ്റെയർ, ഈ ഫോർമാറ്റ് തന്നെ ഇത്. കാരണം എന്താ, ഇപ്പം ഒരാള് പ്ലാൻ വരയ്ക്കുമ്പോൾ ഏറ്റവും ചീപ്പസ്റ്റ് സാധനം കിട്ടണമെങ്കിൽ അവർക്ക് ഏറ്റവും ചീപ്പസ്റ്റ് സാധനം കിട്ടുള്ളൂ. ഇത് തന്നെ ഒരുപാട് വരും, അതിനനുസരിച്ച് ചുരുക്കാനും മാറ്റാനും വ്യത്യാസം വരുത്താനും ഈ സെയിം പ്ലാൻ തന്നെ ആയിരിക്കും 10 പേർക്കും കൊടുത്തേക്കുന്നത്. സൈറ്റിനനുസരിച്ചും ബഡ്ജറ്റിനനുസരിച്ചും മൊത്തത്തിൽ വലുതാക്കി, മൊത്തത്തിൽ ചെറുതാക്കി. അതല്ലാതെ ഒന്നും സൈറ്റ് സ്പെസിഫിക് അല്ല, സ്കെയിൽ മാത്രമേ മാറുന്നു. അതെ, വെറുതെ സ്കെയിലൊക്കെ വെക്കുന്നു, പ്ലാൻ മോറോള സെയിം ആയിരിക്കും എന്നുള്ളത്. അപ്പം ഈ സ്പേസിന്റെ ഇമ്പോർട്ടൻസ് അവർക്ക് അറിയില്ല എന്നുള്ളതും, ഏതൊക്കെ സ്പേസ് ഉണ്ടാകും എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ അവർക്കില്ല. ഈ പണിയുന്ന കോൺട്രാക്ടർ ആവട്ടെ, അതൊരു പേഴ്സൺ ആവട്ടെ, അവർക്ക് ആ ഏതൊക്കെ സ്പേസ് ആണ് ഒരു പേഴ്സൺ, ഒരു ഹ്യൂമൻ ബീങ് ആ വീട്ടിൽ താമസിക്കുമ്പോൾ ആവശ്യമുള്ളതിനെ പറ്റി ഒരു ഐഡിയ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. അവർക്ക് പണ്ട് തൊട്ടേ നമ്മളൊക്കെ ഒരു ക്ലയന്റ് ഒരു കോൺട്രാക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ പറയുന്ന 4 പോയിന്റ്, എനിക്ക് 4 ബെഡ്റൂം വേണം, ഒരു കിച്ചൺ വേണം, ഇത്ര സ്ക്വയർ ഫീറ്റ്, ഇത്ര റൂം, ഇത് അവരുടെ റിക്വയർമെന്റ്. കോൺട്രാക്ടറെ ഒരു ഫീഡ് ചെയ്ത് ചെയ്തേക്കുന്ന രീതിയിൽ ആ രീതിക്ക് പണിഞ്ഞു പോകുന്നത് കൊണ്ട് അവർക്കുടെ കോൺസെപ്റ്റ് അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്ന ഒരു വേ ഓഫ് സർക്കിൾ ലിമിറ്റഡ് ആണ്. ആ ഒരു ലിമിറ്റിന് അപ്പുറത്തോട്ട് അവർക്ക് ചിന്തിക്കാൻ പറ്റാറില്ല. അതുകൊണ്ട് ആ വീട് എപ്പോഴും എപ്പോഴും സ്കെയിലബിലിറ്റി ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വലുതാവുന്നു. അത് ഒരു നാട്ടിലെ മേസ്തിരിക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതൊരു ഫോം അങ്ങ് പോയി, അല്ലെങ്കിൽ എല്ലാത്തിനും ഒരാളായിരിക്കും 3D ചെയ്യുന്നത്. ഇപ്പൊ പ്ലാൻ എഞ്ചിനീയറും കോൺട്രാക്ടറും പലരും വരച്ചിട്ട് 3D എല്ലാം പോകുന്ന ഒരാൾക്കായിരിക്കും. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം പെട്ടെന്ന് വിചാരിച്ചു, നമ്മൾ ഈ അടുത്തിടയിൽ ഒരു 5 ഇയർ ബാക്ക് കേരളത്തിൽ പണിഞ്ഞിരുന്ന മിക്ക വീടുകളും ശ്രദ്ധിച്ചാൽ ഒരു കാർ പോർച്ചിന്റെ ഏരിയ വരുമ്പോൾ ഒരു ആർച്ച് ഷേപ്പ് വരുന്നുണ്ട്. അതൊരു ഫണ്ണി ഫാക്ടർ ആണെന്ന് വെച്ചാൽ നമ്മളത് ശ്രദ്ധിക്കുന്നുണ്ട്, എപ്പോഴും നമ്മളിത് പോയിന്റ് ഔട്ട് ചെയ്ത് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ഏത് വീടാണ് അതിപ്പോ ഒരു എന്റെ നാട് കൊല്ലമാണെങ്കിൽ കൊല്ലത്ത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു ഇടുക്കി ഇവിടെ തൊടുപുഴ എത്തിയാലും ആ ഒരു ഫോർമാറ്റ് ഇവിടം വരെ വന്നു. ആരോ തുടങ്ങി വെച്ചു, അത് സിമിലർലി റെപ്ലിക്കേറ്റ് ചെയ്ത് ഈ പറയുന്ന ഓരോരുത്തരും അത് കോപ്പി ചെയ്ത് വെക്കുക. അത് ചിലപ്പോൾ ക്ലയന്റിന്റെ ആവശ്യപ്രകാരം ആയിരിക്കാം. സ്റ്റിൽ ആ ഒരു എലമെന്റ് ഒന്ന് മാറ്റി പിടിക്കാൻ ആരും കുറെ നാള് ശ്രമിച്ചിട്ടില്ല. അത് വെറും മിമിക്കിംഗ് എന്നുള്ളതാണ്. അതിനെന്തെങ്കിലും റീസൺ വെച്ചിട്ടോ അതിന് ഫങ്ഷണൽ ആസ്പെക്ട് വെച്ചിട്ടോ അതിനൊരു ഡിസൈൻ തോട്ട് അതിന്റെ പുറകിലുണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ. അല്ലെങ്കിൽ അതിനൊരു റിസൾട്ട് ഒന്ന് നോക്കിയാൽ ഇത് ജസ്റ്റ് ഒരു കണ്ടൊരു സാധനമാണ്, ഇത് മിമിക് ചെയ്തു. പെർഗോളയുടെ കാര്യം ഓർക്കുമല്ലോ, പെർഗോള കുറഞ്ഞിട്ടുണ്ട്. മറ്റേത് ഏത് വീടെടുത്താലും പെർഗോളയുടെ പർപ്പസ് പോലും എന്താണെന്ന് അറിയാതെ പെർഗോള ബുദ്ധിമുട്ട് പിന്നീട് പല വീഡിയോയിലും നമ്മൾ കാണാറുണ്ട്. അതിന് മുകളിൽ ഗ്ലാസ് ബുദ്ധിമുട്ട്, ചൂട്, ചോർച്ച, ഈ പറഞ്ഞ പോലെ വലിയ പെർഗോള ശരിക്കും ഷെയ്ഡിങ് ഡിവൈസ് ആണ്. അതിന്റെ ഫോർമാറ്റിൽ വരുന്നതിന് പകരം ഫോട്ടോ കണ്ടു മേസ്ത്രി ഒക്കെ പണിത് വെച്ചു, വലിയ ബൾക്കി കോൺക്രീറ്റ് കുറെ സാധനങ്ങൾ, പിന്നെ അതിന്റെ മുകളിൽ നേരെ ചേർത്ത ഗ്ലാസ് വെച്ചു. ചില വീടുകളിൽ ജസ്റ്റ് ആ ഇത് മാത്രം ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഒരു ഗ്ലാസ് ഒരു കവറിന് പോലും കൊടുക്കാതെ ഇതെല്ലാം വരുന്നത് ശരിക്കും നല്ലത് കണ്ട് ശീലിക്കും. ഇതൊക്കെ നമുക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര പാടാണ്. ഒരു ആർക്കിടെക്ട് സൈഡിൽ നിന്ന് നമുക്ക് ഓരോ ക്ലയൻസിനോട് എഡ്യൂക്കേറ്റ് ചെയ്യണമെന്ന് വലിയൊരു എഫേർട്ട് ഉണ്ട്. അതൊന്നും ആളുകൾക്ക് മനസ്സിലാവുന്നില്ല. ഇത് കണ്ട് ശീലിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മേ ബി അടുത്തൊരു 25 years കഴിയുമ്പോൾ ഇപ്പൊ ആർക്കിടെക്ട്സ് ചെയ്യുന്ന ഔട്ട്പുട്ടുകൾ കുറെ കൂടി കോമൺ ആയി കഴിയുമ്പോൾ ആളുകൾക്ക് കുറച്ചുകൂടി ബെറ്റർ ഇതാവും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കണ്ട് ശീലിച്ചാലേ, അല്ലെങ്കിൽ നമ്മൾ കാണുമ്പോഴാണല്ലോ
ഇതിലും മോശം എങ്ങനെ ഞാൻ വെക്കുന്നത് എന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ റെസ്റ്റോറൻറ്റ്സ് കഫേസ് ഒക്കെ ആ സ്റ്റാൻഡേർഡിലോട്ടൊക്കെ എത്തിയിട്ടുണ്ട്. കാലം മാറിയപ്പോൾ അവർക്ക് കുറെ കൂടെ എക്സ്പ്ലോറേഷൻ, കുറെ കൂടെ ഒരു എന്താ പറയാ റിസോഴ്സസ് എടുക്കാനുള്ള അവൈലബിലിറ്റി കൂടുതലായതുകൊണ്ട് ആൾക്കാർ കുറെ കൂടെ മാറി. ഇത് കണ്ട് ശീലിച്ച NRIs വരുമ്പോൾ അവര് ഡിമാൻഡ് ചെയ്യാറുണ്ട്. അവർക്കറിയാം കറക്റ്റ് ഓക്കെ ഇങ്ങനെ പോരാട്ടോ, എനിക്ക് ഇങ്ങനെ ഒരു ആംബിയൻസ് ആണ് വേണ്ടത്, വീട് എങ്ങനെ ഫീൽ ചെയ്യണം, അല്ലെങ്കിൽ പണ്ടത്തെ വലിയൊരു ബംഗ്ലാവ് പോലെ ലുക്കുന്നതിന് പകരം ഇപ്പൊ ഹിഡൻ വീടുകളാണ് ഞങ്ങൾക്ക് വേണ്ടത്, ലോഫ്റ്റ് ആയിട്ടുള്ള വീടുകളാണ് വേണ്ടത്. ആ വീട് ഉണ്ടെന്ന് പോലും അറിയണ്ട, ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ വേണ്ട, ഞങ്ങൾക്ക് ഫ്ലോർ ഒക്കെ ഏറ്റവും ബേസിക് ഫർണിച്ചർ അല്ല ഏറ്റവും ബേസിക് ടൈലിംഗ് മതി, അല്ലെങ്കിൽ കോൺക്രീറ്റിന്റെ ഫ്ലോർ മതി, ഞങ്ങൾക്ക് ഒരു തണുപ്പാ വേണ്ടത്. ആ ഒരു രീതിക്ക് ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ മറ്റേത് എങ്ങനെയാ, പണ്ട് മാർബിളിന്റെ ഫ്ലോർ, ഗ്രാനൈറ്റിന്റെ ഫ്ലോർ, കുറെ തൂണ്, ആണ് ഒരു പ്രയോറിറ്റി ആയിട്ട് പോയിട്ടുള്ളത് കൊണ്ട് തന്നെ അത് എങ്ങനെ അപ്പുറത്തെ വീടിനേക്കാളും ബെറ്റർ നിൽക്കാന്നുള്ള രീതിയിൽ അതാ ഈ വിഷ്വൽ സംഭവങ്ങളിൽ മാത്രം ചെയ്തു വന്നോളൂ. പക്ഷെ അത് അതിന്റെ സയന്റിഫിക് ഫാക്ടറും ഉപയോഗം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ചിന്തിക്കാറില്ല. അത് ജസ്റ്റ് അങ്ങ് ഇംപ്ലിമെന്റ് ചെയ്ത് പോവുക എന്നുള്ളത് മാത്രമായിരുന്നു ആൾക്കാർ ചിന്തിച്ചിരുന്നത് ഒരു കാലം വരെ. ഹൈലി ഓർണമെന്റഡ് വീടുകളായിരുന്നു അല്ലെ. അത് പിന്നീട് പായൽ പിടിച്ചും മെയിൻറ്റെയിൻസ് ചെയ്യാനും ഇതൊക്കെ പാടായിട്ടും ഒരുപാട് അതൊക്കെ പൊളിച്ചു കളഞ്ഞ കാലങ്ങളുണ്ട്. ഇപ്പൊ എല്ലാവരും മിനിമൽ ഏറ്റവും, അതായത് ഒരു 25 വർഷം മുമ്പ് വെസ്റ്റേൺ കൺട്രീസിൽ എന്താണ് അത് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, പയ്യെ ട്രിക്കിൾ ഡൗൺ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ആളുകളുടെ മെന്റാലിറ്റി മാറി. അത് എക്സാക്ട്ലി അതേപോലെ ആയിരിക്കണം. നമ്മുടെ ക്ലൈമറ്റിനും നമ്മുടെ ഇതേ സംഭവം ഇപ്പൊ വെസ്റ്റേൺ കൺട്രീസിലുള്ള അതേ സംഭവം ഇതിന്റെ സയൻസ് ബാക്കിങ്ങോ ഇതിന്റെ ഒരു ആർക്കിടെക്ടിന്റെ ബാക്കിംഗ് ഇല്ലാതെ മിമിക് ചെയ്തേക്കുന്ന പല അത് എത്രത്തോളം ഫ്ലോപ്പ് ആയിട്ടുണ്ടെന്ന് നമ്മൾ എക്സാക്ട്ലി. എന്നിട്ട് എല്ലാവരും പറയും കോണ്ടംപററി ഡിസൈൻ. എക്സാക്ട്ലി അതാണ് ഒരു അബദ്ധവശാല തെറ്റിദ്ധാരണ പോയി കാര്യം തന്നെ. അതായത് കണ്ടംപററി എന്ന് പറയുന്ന സംഭവം നമ്മുടെ നാട്ടിൽ വർക്ക്ഔട്ട് ആവില്ല എന്ന് കുറേ പേര് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിന്റെ റീസൺ എന്താണ്, അത് ഇംപ്ലിമെന്റ് ചെയ്ത രീതി അല്ല, ആ ചെയ്ത അല്ലെ നിങ്ങൾ കണ്ട ഇഷ്യൂ ഉള്ള വീടിന് അതിന്റെ ബാക്കിങ് അല്ലെ ചെയ്ത് നേരെ മിമിക് ചെയ്ത് വെച്ചത് ഒരു ഫോട്ടോ കണ്ടിട്ട് അവരങ്ങനെ അതുപോലെ പണിത് വെച്ചു, അല്ലെങ്കിൽ ഇതിനകത്ത് ഇത് കൊള്ളാറ്, ഇത് എന്നെ ഇവിടെ വെക്കാം. അതിന്റെ പിന്നിലൊരു ബ്രെയിൻ വർക്ക് ചെയ്തില്ല, അത് എങ്ങനെ അതിനെ നമുക്ക് നമ്മുടെ കോൺടെക്സ്റ്റിലോട്ടൊക്കെ എങ്ങനെ മാറ്റണം എന്നുള്ളത് അതിനകത്ത് ആലോചിച്ച് ഒരു ടെക്നിക്കൽ ബാക്കിംഗ് അവർ എപ്പോഴും എടുത്തില്ല. ചിലപ്പോൾ ഈ ഫോട്ടോ കണ്ടിട്ട് നേച്ചറിക്ക് കോൺട്രാക്ടറെ കൊടുത്തിട്ടുണ്ട്, അവരുടെ നോളജിൽ തന്നെ ചെയ്ത് വെച്ചു എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. പേഴ്സണലി ഉള്ളത് എന്റെ റിലേറ്റീവ്സിന്റെ വീട് പണിയുന്ന സമയത്ത് ഞാനിപ്പോ ഇൻ പേഴ്സൺ അവിടെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ കേൾക്കുന്നത് എനിക്ക് ഇതുപോലെ വേണം, നമുക്ക് അതവിടെ വെക്കണം, അതവിടെ ചെയ്യണം എന്നുള്ളൊരു കമന്റ് ആണ് എപ്പോഴും നമ്മൾ കേൾക്കാറുള്ളത്. അത് ജസ്റ്റ് ഒരു പിക്ചർ വെച്ചിട്ട് അതിപ്പോ ഈവൻ ഇപ്പോൾ ഒരാൾ വീട് പണിയുന്ന സമയമാണെങ്കിലും നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഒരു പ്ലാനിങ് ബേസ് ചെയ്ത് അതിനെ 3D എലിവേഷനിലോട്ട് പോയി കഴിയുമ്പോൾ ഒരിക്കലും വേറൊരാളുടെ 3D ആയിട്ട് നമ്മൾ 3D നമ്മൾ സിമിലറായിട്ട് കൊണ്ടുവരാറ്. അതിന് അതിൻ്റെതായ സോൾ ഉണ്ട്, അതിന് അതിൻ്റെതായ ഭംഗിയുണ്ട്. അത് അതിൻ്റെതായ ഡെവലപ്പിൽ വന്നാലേ അതിന്റെ ഒരു ഫേസും എലിവേഷൻസും അതിന്റെ ഒരു ഭംഗി കിട്ടും, വീട് കിട്ടും. പക്ഷെ അറ്റ് ദ ടൈം ഇതൊന്നും അറിയാത്ത ഒരാളാണെങ്കിൽ ഈ പ്ലാൻ വെക്കുന്നു. അതിപ്പോ കോൺട്രാക്ടിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ കണ്ടിട്ടുള്ളതും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. പ്ലാൻ കൊടുത്തു ഒരു ബേസ്മെന്റും കഴിഞ്ഞു, വർക്കും കഴിഞ്ഞു, പണി ഒരു പാതി കഴിഞ്ഞ് കഴിയുമ്പോൾ ക്ലയന്റ് എവിടുന്നേലും ഇൻട്രസ്റ്റിങ്ങോ മറ്റുള്ളവരുടെ എവിടെയെങ്കിലും ഒരു എലിവേഷൻ കൊണ്ടുവന്ന് കോൺട്രാക്ടറെ കൊടുക്കും, നമുക്ക് ഈ വീട് ഇതുപോലെ വേണമെന്ന് പറയും. പിന്നെ പുള്ളി അത് വർക്ക്ഔട്ട് ചെയ്യുന്ന അത് എങ്ങനെ ആ വീടിന്റെ രൂപത്തിലൂടെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ്. സോ ആ പ്ലാനുമായിട്ടൊരു കണക്ഷനും ഇല്ലാത്തൊരു എലിവേഷനെ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് അതിന്റെ ഫോമിലും ഫാക്ടറിലും കുറെ മാറ്റങ്ങൾ വരുത്തി അതിന് വേണ്ടി ശ്രമിക്കാറുണ്ട്. അത് ഭയങ്കര ഒരു അബദ്ധമായിട്ട് മാറുന്നത്. ഇതുപോലെ വേറൊരു ഒരു ഫോൾട്ടി തോട്ട് ആളുകളുടെ ഇടയിൽ ഇപ്പം ആർക്കിടെക്ടിനെ വെക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇത്രയും റെഫറൻസസ് അല്ലെങ്കിൽ മാഗസീൻസ് ഉണ്ട്, ഈ ഫോട്ടോ ഒക്കെ ഒരു കോൺട്രാക്ടർ കൊടുത്താൽ നിസ്സാര പൈസ. ആർക്കിടെക്ട് ഓക്കെ, ഒരു ആവറേജ് ആർക്കിടെക്ട് എത്രയോ, ഒരു സ്റ്റാർട്ടിംഗ് ആർക്കിടെക്ട് ഒരു 100 rupees per square feet. ഡിസൈൻ എന്തിന് ഇത്ര എക്സ്പെൻസീവ് കൊടുക്കുന്നു എന്നുള്ള പ്രശ്നം അവരുടെ സൈഡിൽ നമ്മൾ കേൾക്കാറുണ്ട്. അത് എനിക്ക് തോന്നുന്നത് അതിനകത്ത് എന്തൊക്കെയാണ് അതിന്റെ പ്രോസസ് ആളുകൾക്ക് അറിയില്ല, അതിന്റെ വാല്യൂ കറക്റ്റ് കിട്ടും. ഇത് ഏറ്റവും ഗുണപ്പെടുന്ന എപ്പോഴാണെന്നറിയോ, പലപ്പോഴും ഞങ്ങൾക്ക് വന്നിരിക്കുന്ന അല്ലെങ്കിൽ ആർക്കിടെക്ട് എന്ത് ചെയ്യുന്നുള്ള കൺവിൻസിങ് കുറവ് വേണ്ട സാഹചര്യങ്ങൾ വന്നേക്കുന്ന എപ്പോഴാണെന്നറിയോ, ആ വരുന്ന ക്ലയന്റിന്റെ ഫ്രണ്ടോ റിലേറ്റീവോ അവരൊരു ആർക്കിടെക്ടിനെ വെക്കാതെ പണിതൊരു പണി കിട്ടിയ ആൾക്കാരോ, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഒരു ആർക്കിടെക്ടിനെ വെച്ച് പണിതതിന്റെ ഗുണം മനസ്സിലാക്കി അവരോട് ഇവർ പറഞ്ഞ് നിങ്ങൾ ഒരു ആർക്കിടെക്ടിനോട് തന്നെ വെക്കണം എന്ന് പറഞ്ഞു വരുന്ന ആൾക്കാർ എപ്പോഴും അത് നമ്മൾ എത്ര കൺവിൻസ് ചെയ്യാൻ പറഞ്ഞാലും ശ്രമിച്ചാലും അത് പുറത്തുനിന്ന് ഒരാൾ സംസാരിക്കുന്ന പോലെ തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇത് ആ ഒരു ജനറൽ നോളജ് എൻറ്റയർ കമ്മ്യൂണിറ്റിക്ക് സോഷ്യലി എല്ലാവർക്കും കിട്ടാൻ ഇല്ല. അത് വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആകുമെന്ന് എനിക്ക് തോന്നുന്നു. റെഡി ആവണമെന്ന്, കാരണം അവർക്ക് അന്നേരം അതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാവും, അതിന്റെ ഇമ്പോർട്ടൻസ് എന്തോരം ഉണ്ടെന്ന് മനസ്സിലാവും, അത് എന്തോരം ഡ്യൂറേഷനിലേക്കാണ് അത് എഫക്ട് ചെയ്യാൻ പോകുന്നതെന്നുള്ള ഒരു പോയിന്റ് മനസ്സിലാവും. ആ ഒരു ആർക്കിടെക്ടിന്റെ ഇൻവോൾവ്മെന്റ് എന്തൊക്കെ പ്രോസസ്സാണെന്ന് മനസ്സിലാക്കിയപ്പോൾ വാല്യൂ എന്താന്നുള്ളത് നേരത്തെ പറഞ്ഞ പോയിന്റ് ഈ പറഞ്ഞ പോലെ ആളുകള് ആർക്കിടെക്ട് എക്സ്പെൻസീവ് അല്ലേ നമ്മുടെ ചോദിച്ചു. ഞാനെപ്പോഴും പറഞ്ഞു ഏറ്റവും നിങ്ങൾ വീട് പണിയാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും വാല്യൂ ഫോർ മണി നിങ്ങൾക്ക് കിട്ടാൻ പറ്റുന്ന ഇൻവെസ്റ്റ്മെന്റ് ഒരു ആർക്കിടെക്ട് പറയാറുണ്ട്.
അത് പലപ്പോഴും ആ ഇനീഷ്യൽ പ്ലാൻ വരയ്ക്കാൻ മാത്രമേ ആളുകളുടെ കാഴ്ചപ്പാടിലുള്ളൂ വീട്. പക്ഷെ അത് മാത്രമല്ലല്ലോ, ആ വീടിന്റെ ഏറ്റവും തുടക്കം സ്ഥലം മേടിച്ച് അതിന് മണ്ണ് നികത്തുന്ന മുതൽ ഏറ്റവും അവസാനം ആ ഏത് ചെടി വെക്കും, അതിന് എങ്ങനെ ഇറിഗേഷൻ പോകണം, അല്ലെങ്കിൽ ഒരു ക്ലോക്ക് വെക്കണമെങ്കിൽ അത് എവിടെ കറക്റ്റ് പ്ലേസ് വരെ ഡ്രോയിങ് പോവല്ലേ. ഇൻവോൾവ് ചെയ്യുന്ന ഫ്രം എ ടു സെഡ്, ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു അറ്റ് ദി എൻഡ് ഒരു ഷോക്കേസിൽ എന്ത് സാധനം വെക്കണം എന്നുള്ളത് വരെ ഒരു ആർക്കിടെക്റ്റിന്റെ ഇൻഫ്ലുവൻസോടെ അതിന്റെ ഭംഗിയിലൂടെ എത്തിക്കാൻ പറ്റും എന്നുള്ളത് ആളുകൾ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് അറിയില്ല. അതെ, പലപ്പോഴും എപ്പോഴും കാണാറില്ല, പല ഫോട്ടോയിലും കിട്ടിയ പല സ്ഥലങ്ങളെല്ലാം കൂടി കൂട്ടിയെടുത്ത് വെക്കും. ഞാൻ എത്ര പ്രൊജക്ടുകൾ കണ്ടിട്ടെന്നറിയോ, അതായത് ഹൈ എൻഡ് പ്രൊജക്ടുകൾ. ആ ക്ലയന്റ് അഡമന്റ് ആയിരുന്നു, ആർക്കിടെക്റ്റിന്റെ ആവശ്യമില്ല. ഞാനും എന്റെ വൈഫും പിള്ളേരും ഞങ്ങൾക്ക് പലർക്കും പല ഐഡിയാസ് ഉണ്ട്. ഇവരെല്ലാം ഇതിനകത്ത് ഡിസൈൻ തീം എന്തെന്നോ, ഇതിന്റെ ആ ഒരു ഡിസൈൻ ഒരു എൻറ്റയർട്ടിയിൽ കാണുമ്പോ എത്ര വിലയുള്ള ഫർണിച്ചർ ബാക്കി മോശമായിട്ട് ഒരു കോമ്പിനേഷനൊക്കെ റൂമിൽ കൊണ്ടിട്ടാൽ അതിനൊരു ഭംഗി ഉണ്ടാവില്ല. പോട്ടെ, ലൈറ്റിങ്ങിന്റെ കാര്യം മാത്രം മതി. ഒരു പ്രോപ്പർ ലൈറ്റിംഗ് ചെയ്യാത്ത റൂമിൽ എത്ര വിലയുള്ള സ്റ്റാൻഡേർഡിയോ സോഫ കൊണ്ട് ഇട്ടാലും ഒരിക്കലും അതിന് റിസൾട്ട് ഉണ്ടാവില്ല. ഇങ്ങനെ അത് ഓവറോൾ എല്ലാത്തിന്റെയും കൊണ്ട് ഒരു യോജിപ്പിലെ അതിന്റെ ഒരു റൂമിന്റെ ഭംഗി. ഇപ്പൊ ക്ലയൻസ് അടുത്ത് ഞാൻ എപ്പോഴും പറയാം, എത്ര പൈസ മുടക്കുന്നു ഒരു കാര്യമില്ല. ഇത് ഒരു റൂമിലാണെങ്കിൽ ആ ഫ്ലോറ്, കർട്ടൻ, ആ ഭിത്തിയിലെ പെയിന്റ്, വെച്ചിരിക്കുന്ന ആ ക്യൂരിയോസ്, ആ വെച്ചിരിക്കുന്ന ടേബിൾ ലാമ്പ്, കോഫി, ഇതെല്ലാം തമ്മിലുള്ള ബന്ധമാണ് അതിന് ഭംഗി കൊണ്ടുവരുന്നത്. അത് എനിക്ക് നമുക്കിപ്പോ ഉറപ്പിച്ചൊരു 100% എഴുതി ഒപ്പിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ക്ലയന്റ് അല്ലെ 2 ക്ലയന്റ് ഒരു സെയിം ബഡ്ജറ്റിൽ ഒരു ആർക്കിടെക്ടിനും ഒരു കോൺട്രാക്ടറിനും കൊടുത്താൽ അവർ രണ്ടുപേരുടെയും കയ്യിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് അത്ര ഡിഫറെന്റ് വരും. കോൺട്രാക്ടർ ചിന്തിക്കുന്ന ഹി ഹാസ് 60 lakh ഓഫ് ബഡ്ജറ്റ്. ആ 60 lakh ഓഫ് ബഡ്ജറ്റിൽ 55 പുള്ളി അതിന്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് ഒരു 5 lakh പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള രീതിയിലായിരിക്കും. ബട്ട് ഇൻ ദ സൈഡ് ഓഫ് ആർക്കിടെക്ട് അങ്ങനെ അല്ല നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ എങ്ങനെ 60 lakhനെയും യൂസ്ഫുൾ ആക്കി അതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്ത് അതിനകത്ത് കൊണ്ടുവരാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഒരു ഹ്യൂമൻ ബീങ്, ആ വീട്ടിൽ താമസിക്കുന്നവരാവട്ടെ, ആ വീട്ടിൽ വരുന്ന ആൾക്കാരാവട്ടെ, അവർക്ക് ആ മനസ്സിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളതാണ്. അത് എന്നത്തേക്ക് എക്കാലത്തേക്ക് അവരുടെ ജീവിതകാലം മുഴുവൻ അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിരിക്കുകയും ചെയ്യും. ലോങ് ഷോട്ട് കാണുന്നുണ്ട്, ദീർഘവീക്ഷണം ആർക്കിടെക്ടിനുണ്ട്, മറ്റവർക്ക് അതില്ല എന്നുള്ളതിനകത്ത് കുഴപ്പങ്ങളാണ്. ബഡ്ജറ്റ് കുറെ 60 lakh ശരിക്കും ഇപ്പൊ ഒരു ആർക്കിടെക്ടിന് ക്ലയന്റ് പോകുമ്പോൾ പല റേഞ്ച് പ്രൊജക്ട്സിൽ വർക്ക് ചെയ്യുന്ന പല ആർക്കിടെക്ട്സ് ഉണ്ടാവും. ലോ കോസ്റ്റ് ചെയ്യുന്ന എത്രയോ നല്ല ആർക്കിടെക്ട്സ് ഉണ്ട്, ലോ കോസ്റ്റ് പ്രൊജക്ട്സ് മാത്രം എക്സ്പെർട്ടീസ് ആക്കിയിട്ടുള്ളത്. അങ്ങനെയുള്ള ആ കസ്റ്റമർ റേഞ്ചിലുള്ള ആൾക്കാർക്ക് അത് വലിയൊരു ബെറ്റർ ഓപ്ഷനാണ്. എന്റെ ഒരു ഫ്രണ്ട്, എന്റെ കൊളീഗാണ് കൂടെ പഠിച്ചത്. അപ്പം അവൻ ഇതുപോലെ വീട് വെക്കുന്നതൊക്കെ നല്ല ഒരു 20-25 lakhനകത്ത് വരുന്ന വീടുകളാണ് വെക്കുന്നത്. ബട്ട് അവന്റെ പ്ലാനിങ് ആണ് ആ വീടിന്റെ ഭംഗിയാക്കുന്നത്. ആ ഒരു തോട്ടും ആ ഒരു വിഷനും. ഇപ്പൊ ഒരാള് ഡോറിനകത്ത് ഒരു ഹോളിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ ഫസ്റ്റ് എന്ത് കാണണം, എന്ത് കാണരുത്, അല്ലെങ്കിൽ എവിടെ എന്ത് പ്ലേസ് ചെയ്യണം, എന്ത് പ്ലേസ് ചെയ്യരുത് എന്നുള്ളൊരു വിഷൻ ഉള്ളത് കൊണ്ട് ഒരു അതെ അപ്പൊ ഒരു ഹൗസ് വാമിംഗ് സമയത്ത് റിലേറ്റീവ്സ് ഒക്കെ വന്നപ്പോൾ അവരെല്ലാം അന്തം വിട്ടുപോയി. കാരണം ഇത്രയും ചെറിയൊരു വീടിനകത്ത് ഹൗ ഹി ഇംപ്ലിമെന്റഡ് ദ പ്ലാൻ, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ഹ്യൂമൻ ബീങ്ങിന് വേണ്ടുന്ന രീതി. നമ്മളിപ്പോ ചെല്ലുമ്പോൾ എനിക്ക് വാഷ് അവിടെ വേണമെന്ന് ഒരു ഹ്യൂമൻ മൈൻഡ് തോട്ട് ചെയ്യുമ്പോൾ അവിടെ ആ സംഭവം അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു വിഷൻ. അതാണ് ഒരു പ്ലാനിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം. ബട്ട് അറ്റ് ദി അതർ എൻഡ് ആ ഒരു അതർ സൈഡ് നോക്കുകയാണെങ്കിൽ ഇന്നത് വേണം, അത് ഇന്നടത്തിരിച്ചൊരു സ്ഥലമുണ്ട്, അത് അവിടെ നിന്ന് വെച്ചു. അപ്പൊ കയറി ചെല്ലുമ്പോൾ നമ്മൾ തിരിയണം അങ്ങോട്ട്. ആ ഒരു ഈസ് ഓഫ് ആക്സസ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് തോന്നിയിട്ടുണ്ട്. ആ ഒരു ഡിഫറൻസ് ഹ്യൂമന് നീഡാണ്, അത് കിട്ടുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറഞ്ഞതിനകത്ത് തന്നെ ഒരേ ബഡ്ജറ്റ്, ഒരേ സൈറ്റ്, ഒരു ആർക്കിടെക്ട് ഡിസൈൻ ചെയ്ത പ്രൊജക്റ്റും മറ്റൊരാൾ ഒരു കോൺട്രാക്ടറോ എഞ്ചിനീയറോ വാട്ടെവർ ഡിസൈൻ ചെയ്ത പ്രൊജക്റ്റും നമ്മളൊരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് നമുക്കുണ്ട്. നമ്മുടെ ഇയർലി പ്രൊജക്ട്സിൽ ഒന്നായിരുന്നു അത്. 5 സെന്റ് ഉള്ളൂ എറണാകുളത്ത്, നമ്മുടെ ക്വിസാറ്റിന്റെ ക്യാമ്പസിന്റെ അകത്താണ്. 5 സെന്റ് അവിടെ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്ലോട്ടാണ്. അവിടെ ഇവര് വീട് വെക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു. ഫസ്റ്റ് ഇതുപോലെ ഒരു കോൺട്രാക്ടറെ അവർ പോയി ഫസ്റ്റ് മീറ്റ് ചെയ്തത് കേട്ടോ. അത് വെച്ചിട്ട് അയാളൊരു പ്ലാൻ വരച്ചു. ബൈ ചാൻസ് ഇങ്ങനെ ആർക്കിടെക്റ്റിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ആ സമൺ റെഫേർഡ് അങ്ങനെ നമ്മുടെ അടുത്ത് വന്നു. നമ്മൾ ഈ പ്ലാൻ കാണിച്ചു. ഞങ്ങൾ ഇങ്ങനെ ഒരു സെക്കൻഡ് ഓപ്ഷൻ എന്നുള്ള രീതിയിൽ നോക്കിയതാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ശരിക്കും സങ്കടം വരും. എന്ന് പറഞ്ഞാൽ ഇവര് അവരെ ലൈഫ് ടൈമിൽ വലിയൊരു ഇതെന്നുള്ള രീതിയിൽ കണ്ട് ഇത്രയും വിലക്ക് സ്ഥലം വാങ്ങിച്ച് 5 സെന്റ് ഉള്ളൂ. ഈ 5 സെന്റ് വളരെ അവർക്ക് ഏറ്റവും വേറെ മിനിമം അത്ര എക്സ്പെൻസീവ് സ്ഥലത്ത് ചെയ്യാൻ പറ്റുന്ന. ഇവിടെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നടുക്ക് ഹാളും ചുറ്റിനും ബെഡ്റൂം എന്നുള്ള സിനാരിയോ തന്നെ അവിടെ വന്നേക്കുന്നത്. സൈറ്റിന് സ്പെസിഫിക് ആയിട്ട് അങ്ങനെ ഒരു സംഭവം അതിനകത്ത് വന്നിട്ടില്ല. അപ്പം നമ്മൾ ഒറ്റ ഗ്ലാൻസ് നമുക്ക് കാണുമ്പോഴേ അറിയാം സ്പേസ് മാനേജ്മെന്റിന്റെ വലിയൊരു കുറവാണ്. നമുക്ക് ഫസ്റ്റ് ഗ്ലാൻസിൽ തന്നെ നമുക്ക് കാണുമ്പോൾ അറിയാം.
നടന്നു പോണ വഴിയായിട്ടും കൊറിഡോഴ്സ് ആയിട്ടും വരാന്തയായിട്ടൊക്കെ ഇന്നലെ സ്ഥലം പോയേക്കുന്നത്. ഡൈനിങ് ടേബിൾ ഒരു ഹാളിന്റെ നടുക്ക് എപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം, ഡൈനിങ് ടേബിൾ ചുറ്റി പോകണം. ഇത് ഒരു ടിപ്പിക്കൽ നമ്മളിപ്പോ തോട്ടില്ലാതെ വരയ്ക്കുന്ന പ്ലാൻ അങ്ങനെ വരുള്ളൂ. ഇത് നമ്മൾ അപ്പൊ തന്നെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശരിക്കും ഒരു റെവലേഷൻ ഉണ്ടായി. എന്തോ ഒരു ഏരിയ വേസ്റ്റ് ആയി എന്നുള്ളത് ചിന്തിക്കുക, എന്തോ ഒരു യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ് ഈ വാക്ക് വേയിൽ തന്നെ പോകുന്നുള്ളത്. ഇത് നമ്മൾ ക്ലൈന്റിന് ചുമ്മാ ഗ്ലാൻസ് കൊടുത്തപ്പോഴാണ് ക്ലൈന്റിന്റെ ഐഡിയ കിട്ടിയത്. അങ്ങനെ ക്ലൈന്റ് നമ്മുടെ അടുത്ത് അതിന്റെ ഒരു ഓപ്ഷൻ തരാൻ പറഞ്ഞു. ആ ഒരു വിഷൻ നമ്മൾ പറയുമ്പോൾ അവർക്ക് ആ ക്ലൈന്റിന് കിട്ടുന്ന ഒരു ഇമ്പോർട്ടന്റ് ഒരു തോട്ട് ഉണ്ട്, ഒരു ഐ ഓപ്പണിംഗ് എലമെന്റ് ഉണ്ട്. അതാണ് എല്ലാവർക്കും കിട്ടുക എന്നുള്ളതാണ്. ഇത് റിയൽ ലൈഫിൽ വന്ന് പണത് കംപ്ലീറ്റ് ആയി. ആ നമുക്ക് ഇതുവരെയുള്ള ഏറ്റവും സാറ്റിസ്ഫൈഡ് കസ്റ്റമർ അദ്ദേഹത്തിൽ സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സിൽ ആൾ അവരാ. അതിന്റെ ഒരു ഇമ്പാക്ട് ഉണ്ട്, കാരണം അവർ ഫസ്റ്റ് ഒരു വേറൊരു പ്ലാൻ. എക്സാക്ട്ലി. പലരും ഇതില്ല, പലരും നേരെ പോയി പ്ലാൻ വരയ്ക്കുമ്പോൾ അതിന് വാല്യൂ ഇല്ല. ഇവര് മറ്റൊരാളെ കൊണ്ട് വരച്ചൊരു ഫെയിലിയർ ആയ ഇമ്പാക്ട് അവർക്ക് മനസ്സിലായി. അതെ, ആ വരാനിരുന്ന ഒരു ഫെയിലിയറിനെ ഒരു ഡിസൈൻ തോട്ട് വന്നപ്പോൾ ഇതേ റിക്വയർമെന്റ് 4 ബെഡ്റൂം 5 സെന്റ് ഇതെന്നുള്ളതിനകത്ത് അവർക്ക് അന്ന് മുറ്റം ഒന്നുമില്ല. ആ വീട് ചേഞ്ച്. എക്സാക്ട്ലി. ആ മുറ്റം നിറഞ്ഞിരിക്കുന്ന വീട്, ഫ്രണ്ടിലുള്ള ആ ഒരു 3 മീറ്റർ ഗ്യാപ്പ് മാത്രം മുറ്റം മാത്രമേ ഉള്ളൂ. ഇത് മാറി നമ്മൾ ആ പ്രൊജക്ടിന് എന്താ ചോദിച്ചാൽ ഇതേ റിക്വയർമെന്റ് ഇതിലും ബെറ്റർ എഫിഷ്യന്റ് പ്ലാനിലായിട്ട് സ്പേസ് വേസ്റ്റേജ് 0 ആക്കി അവർക്ക് കൂടുതൽ മുമ്പുണ്ടായിരുന്നതിന് ഇരട്ടി കൂടുതൽ മുറ്റം നമുക്ക് കൊടുക്കാൻ പറ്റി. വീടിന്റെ ഏരിയ കുറഞ്ഞു. 2500 സ്ക്വയർ ഫീറ്റ് അവർ പ്ലാൻ വരച്ച സാധനം നമുക്ക് അറൌണ്ട് 2000 നമുക്ക് ചുരുക്കാൻ പറ്റി. എക്സാക്ട്ലി. അവിടെ ക്ലൈന്റ് ഞെട്ടിപ്പോയത്. കാരണം സൗകര്യമുള്ള പ്ലാൻ, കൂടുതൽ മുറ്റം അവർക്ക് മാറി, ഭംഗിയുള്ള ഡിസൈൻ കിട്ടി. 500 സ്ക്വയർ ഫീറ്റ് കുറഞ്ഞപ്പോൾ അവർക്ക് ആ സ്ക്വയർ ഫീറ്റ് കുറഞ്ഞതിനകത്ത് മാത്രം കൺസ്ട്രക്ഷൻ കോസ്റ്റിന് അവർക്ക് മിനിമം 10 ലക്ഷം രൂപ അവർക്ക് ലാഭം കിട്ടി. ഒരു സ്ക്വയർ ഫീറ്റ് 2000 രൂപ മുകളിൽ നമുക്ക് ഇപ്പൊ വരുന്ന കോസ്റ്റ്. എന്നാലും 2000 വെച്ച് കണക്കാക്കി തന്നെ 500 സ്ക്വയർ ഫീറ്റ് കുറഞ്ഞപ്പം 10 ലക്ഷം രൂപ അവർക്ക് ലാഭം. ഏരിയ ബെറ്റർ ആയത്. എന്നാ വീട് മോശമായി, വീട് ബെറ്റർ ആയി. ആർക്കിടെക്റ്റിന് 2-3 ലക്ഷം രൂപ കൊടുത്താൽ എന്താ അവർക്ക് നഷ്ടം? അവിടെ ആ ഒരു മോശം ഔട്ട്പുട്ട് കിട്ടിയിട്ട് അതിന് ബെറ്റർ ആയപ്പോഴാണ് കമ്പാരിസൺ വ്യൂ അവർക്ക് ഇല്ലാതെ, ആളുകൾക്ക് ഇല്ലാതെ പോകുന്നതായിരിക്കണം. ഇപ്പം അതേസമയം നമ്മൾ ചാലഞ്ചസ് അക്സെപ്റ്റ് ചെയ്ത് അതിനകത്ത് വർക്ക്ഔട്ട് ചെയ്യും. ബട്ട് അറ്റ് എ ടൈം വേറൊരാളാണെങ്കിൽ ആ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ നിൽക്കില്ല. അവര് ഉള്ള രീതിയിൽ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യും. ചിലർ അവരെ ഏക്കത്തില്ല. അവര് പറയും, ഇപ്പം എനിക്കൊരു പേഴ്സണൽ എക്സാമ്പിൾ ഉള്ളത്, ഇപ്പം എന്റെ ഒരു റിലേറ്റീവിന്റെ സൈറ്റ്, അത് കൈൻഡ് ഓഫ് റോഡ് നല്ലൊരു ഹൈറ്റിൽ, അപ്പോൾ 3 to 4 മീറ്റർ ഹൈറ്റിലാണ് റോഡും പ്ലോട്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. അപ്പൊ നമ്മൾ ആദ്യം ഒരു കോൺട്രാക്ടറെ കൊണ്ട് കാണിച്ചു. പുള്ളി പറഞ്ഞ രീതി മുകളിലൂടെ കോൺക്രീറ്റിംഗ് ചെയ്യണം, അത് റോഡിൽ നേരിട്ട് ആക്സസ് ഫസ്റ്റ് ഫ്ലോറിലോട്ട് കൊടുക്കണം. ടിപ്പിക്കൽ വേ ഓഫ് തിങ്കിങ്. അങ്ങനെ ഒരു രീതിയിലോട്ട് ചിന്തിച്ചു. പക്ഷെ വേറൊരു ആർക്കിടെക്ടിനെ പുള്ളി റെഫർ ചെയ്ത് പോയ സമയത്തും അതിൽ വന്ന ചേഞ്ച് പുള്ളി കൊണ്ട് ആ ഒരു റോഡിൽ നിന്നുള്ള ആക്സസ് കൊടുത്ത രീതിയും അതിനെയൊക്കെ നല്ല രീതിയിൽ ഇമ്പാക്ട് ചെയ്തു. അതുകൊണ്ട് വീട് കൈൻഡ് ഓഫ് ഹൈറ്റ് കൂടി എന്ന് തന്നെ തോന്നി. എക്സാക്ട്ലി ഇപ്പോഴും ആ ഒരു പ്ലോട്ടിന്റെ ഡിഫറൻസിൽ കുറച്ച് വ്യത്യാസങ്ങൾ, ആ ഒരു ലാൻഡ്സ്കേപ്പിംഗിൽ കൊണ്ടുവന്ന വെയിറ്റ് ചേഞ്ചും ലാൻഡ്സ്കേപ്പിന്റെ ലെവൽ ഡിഫറൻസിൽ കൊണ്ടുവന്ന ചേഞ്ച് കാരണം വീടിന് ഹൈറ്റ് കൂടിയതുപോലെ തോന്നി. അവര് നേരത്തെ പ്ലോട്ട് വാങ്ങിയത് തന്നെ പ്രൈസ് കുറഞ്ഞിട്ട് രീതിയിൽ കിട്ടിയത് കൊണ്ട് 2 ലെവൽ ഡിഫറൻസ് നോക്കാണ്ട് അത് വാങ്ങിയാണ്. ബട്ട് ഒരു ആർക്കിടെക്ടിന്റെ ഇൻവോൾവ്മെന്റ് വന്നപ്പോൾ ആ റോഡും ആ ഒരു പ്ലോട്ടും തമ്മിൽ ലെവൽ ഡിഫറൻസ് കുറെ അധികം കുറയ്ക്കാൻ പറ്റി എന്നുള്ളതും, അവർക്ക് ഒരു റോഡ് ആക്സസ് സ്ട്രെയിറ്റ് നമ്മുടെ ഒരു നോർമൽ വീട് പോലെ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് കയറി പോകാനുള്ള രീതിയിലൊക്കെ കിട്ടുകയും ചെയ്തു. അപ്പൊ അവിടെ വന്ന 2 രീതിയിലുള്ള ചിന്ത. ആദ്യം കോൺട്രാക്ടർ ആണെങ്കിൽ ആ പുള്ളി ചലഞ്ച് എടുക്കുന്നില്ല. പുള്ളി നേരെ സ്ട്രെയിറ്റ് ഈസി ഇംപ്ലിമെന്റേഷൻ ഫ്രം റോഡ് ടു ഫസ്റ്റ് ഫ്ലോർ ഒരു കോൺക്രീറ്റ് കണക്ഷൻ കൊടുക്കുക. സിമ്പിൾ. ഇത് അതാ കോൺട്രാക്ടർ ശരിക്കും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അവര് ഗ്രോ അപ്പ് ചെയ്ത രീതിയിൽ അവർക്ക് പ്രോബ്ലം സോൾവിംഗ് ഇല്ല. അവര് ഓക്കെ ഇത് പണിയണം, ആ പണിയുള്ളൂ. അതിനകത്ത് വേറെ തിങ്കിങ് ഇല്ല. കിട്ടുന്ന സാധനം അത് പണിതും അത്രേ ഉള്ളൂ. അവർ പണിത് അടുത്ത പ്രൊജക്ട് അവർക്ക്. ആർക്കിടെക്റ്റിനെ സംബന്ധിച്ച് അവര് ഫ്രം ആർക്കിടെക്ചർ സ്കൂൾ അവര് 5 വർഷം പഠിക്കുന്നത് പ്രോബ്ലം സോൾവിംഗ്. ആ ഒരു ബ്രെയിൻ അങ്ങനെയാണ്. അതെ, ഇതിനെ എങ്ങനെ ആർട്ടിസ്റ്റിക് ആയിട്ടും ക്രിയേറ്റീവ് ആയിട്ടും ഈ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാന്നുള്ളത് ഫ്രം സ്കൂളിൽ ആദ്യത്തെ ദിവസം പോലെ അവർ പഠിക്കുന്ന സംഭവം അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നതാ. അപ്പം ഇത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എലമെന്റ് ആയിട്ട് വീണ്ടും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, എത്രത്തോളം ചാലഞ്ചിങ് ആണെങ്കിലും അത് എങ്ങനെ ആർട്ടിസ്റ്റിക്കലി സോൾവ് ചെയ്യുന്നു, അതിനെ എങ്ങനെ ഭംഗിയോടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ തോട്ടുള്ള ആൾക്കാരാണ് ഇപ്പോഴും ആർക്കിടെക്റ്റിനെ പോകുന്നത്. അല്ലെങ്കിൽ ഹൈ എൻഡ് കസ്റ്റമേഴ്സ് എല്ലാം ഓട്ടോമാറ്റിക്കലി ആർക്കിടെക്ട്സ് കിട്ടും. അവർക്ക് അറിയാം, അവർ ഓൾറെഡി അവിടെ. അല്ലാതെ ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ഒരു ലോവർ മിഡിൽ ക്ലാസ് ഇതിനകത്തുള്ള ആളുകൾക്ക് കൂടുതൽ ഇതിന്റെ അവയർനെസ് ഇല്ലാത്തത്. ഇത് പയ്യെ മാറി വരുന്നുണ്ട്. ഇപ്പം ഇനിഷ്യലി കാണുന്ന ഒരു ആർക്കിടെക്റ്റിനെ കൊണ്ട് വരപ്പിക്കുന്ന ഇത്ര കോസ്റ്റ് ആകും, മറ്റേ ആളെ കൊണ്ട് അതിന്റെ ഫ്രാക്ഷൻ ഓഫ് പ്രൈസിനകത്ത് തീരുമല്ലോ, അതിനകത്ത് ഒരു ചിലപ്പോൾ 25% മതി.
ഒരു വീട് മതിയല്ലോ എന്നുള്ള തോട്ട് വരുന്ന അവിടെയാണ്. ഇത് ഈ പറഞ്ഞ പോലെ പണി കിട്ടിയ ഒരാൾ പറഞ്ഞു കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഉള്ളപ്പോഴോ അവർക്ക് വ്യത്യാസം അറിയുള്ളൂ. പക്ഷേ ഇപ്പൊ ഒരു ആർക്കിടെക്ടിന്റെ കോസ്റ്റ് നമ്മളിപ്പോൾ സ്റ്റാർട്ടിംഗ് റേഞ്ച് പറയുന്നത് ഒരു 100 rupees ഒരു ബേസിക് ലെവലിനകത്ത് നമ്മൾ പെർ സ്ക്വയർ ഫീറ്റ് കൺസിഡർ ചെയ്താൽ ഒരു ആവറേജ് 200-250 ആ ഒരു റേഞ്ചിനകത്ത് നിൽക്കുന്നു. ഹൈ എൻഡ് ഒക്കെ പോകുമ്പോൾ 400-500 അങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഏത് ടൈപ്പ് ഓഫ് ബഡ്ജറ്റ് ആണ് ഉദ്ദേശിക്കുന്ന ആൾക്കാർ, ഇപ്പൊ ഉദാഹരണത്തിന് ഒരു അപ്പർ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഒരാളാണ്, അവർക്ക് വീട് വെക്കാൻ അവർക്ക് സപ്പോസ് ഒരു 1 CR ആ ഒരു റേഞ്ചിൽ ബഡ്ജറ്റ് ഉള്ള അതിനകത്ത് ഉറപ്പായിട്ട് അവർക്ക് ഒരു 200 rupees അല്ലെങ്കിൽ 250 വരെയുള്ള ഒരു ആർക്കിടെക്ട് അഫോർഡ് ചെയ്യാൻ അവരുടെ പ്രൊജക്ട് ഈസിലി പറ്റുകയും ചെയ്യും. അവരുടെ പ്രൊജക്ടിന് അത് കറക്റ്റ് ഇൻ ലൈൻ ആണ്. അവർ പോയി ചിലപ്പോൾ 500 rupees per square feet ചെയ്യുന്ന ഹൈ എൻഡ് ഡിസൈൻ മാത്രമേ ആർക്കിടെക്ടിനെ പോയി കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ ഏത് രീതിയിലുള്ള അതുണ്ടെന്ന് ആളുകൾക്ക് പലപ്പോഴും അറിയില്ല. ഇപ്പൊ ഒരു സ്ട്രേറ്റ് അങ്ങ് പോകുന്ന ചിന്ത അതാണ്. ഒരു ആർക്കിടെക്ട് എന്ന് പറഞ്ഞാൽ ഹീസ് എക്സ്പെൻസീവ്, നമ്മൾ അതങ്ങനെ ചെല്ലേണ്ട ആവശ്യമില്ല, അല്ല അങ്ങോട്ട് തിരികെ വേണ്ട. ഇതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ എന്താണെന്നുള്ളത് മനസ്സിലാവാത്തത് മാത്രം. ഇപ്പൊ ഒരു ലോവർ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഒരു 60 lakhന് ബഡ്ജറ്റ് ഉള്ളത് അല്ലെങ്കിൽ 50 lakhന് ബഡ്ജറ്റ്, അതും ഒരു ആർക്കിടെക്ടിന് സോൾവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഏത് ആർക്കിടെക്ടിനെ ചൂസ് ചെയ്യുന്നതനുസരിച്ച് ലോ കോസ്റ്റിൽ മാത്രം സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരുപാട് ഭയങ്കര വണ്ടർഫുൾ ആയിട്ടുള്ള അവാർഡ് വിന്നിംഗ് ആർക്കിടെക്ട്സ് ഉണ്ട്. അത് ചിലപ്പോൾ മേ ബി 100 rupees ചിലപ്പോൾ അവർക്ക് തീരും. അപ്പോൾ അത് ഇതിനകത്ത് എന്തോ ഒരു ഇൻവോൾവ്മെന്റ് ഉള്ളതനുസരിച്ച് അതിന്റെ പ്രൈസിങ് വരുന്നു. ഓരോരുത്തരും ഏത് റേഞ്ച് പ്രൊജക്ട്സ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനകത്ത് കണക്ട് ചെയ്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോ ഏത് ടൈപ്പ് ആർക്കിടെക്ടിനെ നമുക്ക് എടുക്കാം. ഇപ്പൊ ലോ കോസ്റ്റിലുള്ള ചെയ്യുന്ന ബ്രില്യൻ്റ് ആയിട്ടുള്ള ആർക്കിടെക്ട് ഉണ്ട്, ഹൈ കോസ്റ്റിൽ ചെയ്യുന്ന ബ്രില്യൻ്റ് ആയിട്ടുള്ള ആർക്കിടെക്ട്സ് ഉണ്ട്. അപ്പോൾ ഒരു ലോ കോസ്റ്റ് ചെയ്യുന്ന ബ്രില്യൻ്റ് ആയിട്ടുള്ള ആർക്കിടെക്ടിനെ കണക്ട് ചെയ്താൽ തന്നെയും അവിടെ കിട്ടുന്ന സർവീസസ് ആണ് നമ്മൾ നോക്കേണ്ടത്. സ്റ്റാർട്ടിങ് ഫ്രം ദി ഡേ ഓഫ് എന്നാണോ കുറ്റിയടിക്കുന്നത് അന്ന് തൊട്ട് ഒരു വീടിന്റെ ഇംപ്ലിമെന്റ് ചെയ്ത് ഹൗസ് വാമിങ്ങിന്റെ ഡേ വരെ ആർക്കിടെക്ടിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന സർവീസസിന്റെ ലെങ്തും ആ കോസ്റ്റോട് വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് വണ്ടർഫുൾ, ഇറ്റ്സ് അമേസിംഗ് എന്ന് തന്നെ പറയുന്നത്. കാരണം ആ ഒരു ഇൻവോൾവ്മെന്റ് നമ്മൾ കോൺട്രാക്ടിന് കിട്ടണമെന്നില്ല. ഈവൻ ലാൻഡ്സ്കേപ്പിംഗിൽ ചെയ്യേണ്ട ഓരോ എലമെന്റും വരെ ഈ പറയുന്ന ലോ കോസ്റ്റ് ആയിട്ടുള്ള ആർക്കിടെക്ട് ഇൻവോൾവ് ആകും. കാരണം പുള്ളിയുടെ പാഷനും പുള്ളിയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എല്ലാം അങ്ങനെ ആയതുകൊണ്ട് എനിക്കിത് അവിടെ വന്നാലേ ശരിയാകുള്ളൂ എന്നുള്ള ചിന്ത നമുക്കുള്ളത് കൊണ്ട് നമ്മൾ അതിൽ ഇൻവോൾവ് ആകും, എന്തോരം ബുദ്ധിമുട്ടാണെങ്കിലോ അല്ലെങ്കിലോ. ഈ ഹോൾ പിക്ചർ ഇതൊരു ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർക്കിടെക്ടിന് കൊടുക്കുമ്പോൾ ഒറ്റൊരാളുടെ ഐഡിയയിലെ മൊത്തം പ്രൊജക്ട് പോകുന്നത്. മറ്റേത് കോൺട്രാക്ടർ സിവിൽ സ്ട്രക്ചർ പണിത് പോയി, ടൈല് ഇടുന്ന ആള് ടൈലിന്റെ ഇഷ്ടത്തിന് മെറ്റീരിയൽ എടുക്കാൻ പോകുമ്പോൾ ക്ലയന്റ് ഇതൊന്നും അറിയില്ല. ക്ലയന്റ് ഇപ്പം കടക്കാരൻ പറയുക ഇതാണ് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡിങ് ടൈല്, അതങ്ങ് എടുക്കും. സാനിറ്ററി എടുക്കുമ്പോഴും ഇത് എവിടെ ഫിറ്റ് പ്ലംബറിന്റെ ഗൈഡൻസസ് ഒന്നും ഉണ്ടാവില്ല. കിട്ടിയ സാനിറ്ററി ആ ബാത്റൂമിൽ ഒതുക്കി അവരെ വെക്കുന്നത് മാത്രമേ ഉള്ളൂ. അല്ലെ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു നമ്മുടെ പെയിന്റിന്റെ പുള്ളിയുടെ അതിനകത്ത് കാണിക്കും. അപ്പൊ ഇവരെല്ലാരും ഇപ്പൊ നമ്മൾ പലപ്പോഴും ഫോൾ സീലിംഗിന്റെ കാര്യത്തിൽ പല ക്ലയൻസും ഞങ്ങൾക്ക് ഫോൾ സീലിംഗ് വേണ്ട കേട്ടോ, അത്രയും ഓവർ ഡിസൈൻ വേണ്ട എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. കാരണം ഇത് ഒരു ഡിസൈൻ ഇല്ലാതെ ഒരു സീലിംഗ് ചെയ്യുന്ന ഒരാളെ കൊടുക്കുമ്പോ അയാൾ സ്ക്വയർ ഫീറ്റിലെ ചാർജ് ചെയ്യുന്നത്. എന്തോരം കൊത്തുപണി ഉണ്ടോ അത്രയും ചാർജ് അയാൾ കൂടുതൽ കിട്ടും. അപ്പൊ അയാളുടെ ഇന്റൻഷൻ ഡിസൈൻ നന്നാക്കാ, ഈ വീടിന്റെ എന്റെ ഡിസൈൻ എന്താണെന്ന് അയാൾക്ക് തോട്ടില്ല, അതൊരു ഭാഗ്യമായിരിക്കും ചിലപ്പോൾ ചെയ്യാം. അത് ആ പ്രൊജക്ടിനകത്ത് ഓക്കെ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് കൂടുതൽ വർക്കുകൾ ചെയ്ത് കെയർലെസ് ആയിട്ട് അത് ഹാൻഡിൽ ചെയ്ത് പോകുന്നത് ഫാക്ടറാണ്. അതല്ല ക്ലയന്റിന്റെ മെയിൻ്റെനൻസോ ഈ പ്രിസൈസ് നോക്കുകയാണെങ്കിൽ ഒരു വീട് പണിയുന്ന സമയത്ത് സീലിംഗ് ചെയ്യുന്ന ഒരു മെയിൻ കോൺട്രാക്ടർ കാണാം. പുള്ളി 2 പണിക്കാരെ ഏൽപ്പിച്ചിട്ട് അതിപ്പോ ബംഗാളി ആവാം, ഇതിനെപ്പറ്റി യാതൊരു കണക്ഷൻ ഇല്ലാത്തവരാവാം. അവര് പറയും ഇത് ഇങ്ങനെ ചെയ്തു അതങ്ങനെ ചെയ്തു, അവരുടെ ഇമേജ് കൊടുക്കുക, അവർ ആ പണി അറിയാവുന്ന രീതിയിൽ ചെയ്തങ്ങ് പോകും. അതിന് മെഷർമെന്റ്സ് ലൈറ്റ് വരുന്ന പോയിന്റ് ഇലക്ട്രിക്കലായിട്ട് പറ്റും, ഇതൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ ആർക്കിടെക്ട് ഇല്ലാത്ത പ്രൊജക്ടിൽ എന്നും പൊളിച്ചുപണിയാണ്. വീട് സ്ട്രക്ചർ എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ഈ റൂമിന് വലിപ്പം കുറവാണല്ലോ, അടുക്കളയെ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്യണം. ഇത് സ്ഥിരം കാണാറുണ്ട്. നമ്മൾ ഇന്റീരിയർ മാത്രം ചെയ്യുന്ന പ്രൊജക്ടുകളിനകത്ത് പോകുമ്പോൾ ഇതൊക്കെ എപ്പോഴും കാണാറുണ്ട്. ഇപ്പം സിവിൽ വർക്ക് ഇന്റീരിയർ ഡിസൈൻ നമ്മൾ കൺസൾട്ട് ചെയ്യും. അപ്പൊ ഈ പ്രൊജക്ടിനകത്ത് കാണാറുള്ളത് ഞങ്ങൾ ആദ്യം പ്ലാനിൽ ഇങ്ങനെ പിന്നെ മാറ്റി. കാരണം ഇത് പണിത് കഴിയുമ്പോഴാണ് കോൺട്രാക്ടർ ഇതൊന്നും നോക്കണില്ല. റൂം പണിതു, ഇതൊക്കെ പണിതു, വാതിൽ ചിലപ്പോൾ ഇവിടുന്ന് ഈ വാതിൽ പൊളിച്ച് മാറ്റി വെക്കല്, അല്ലെങ്കിൽ സ്റ്റെയറിന്റെ ഷേപ്പ് മാറ്റല്, അല്ലെങ്കിൽ റൂം വലുതാക്കല്, ഇതൊക്കെ ഡിസൈൻഡ് അല്ലാതെ പോണ ഒരു എത്ര ലക്ഷം രൂപ അങ്ങനെ നഷ്ടം വരുന്നതെന്ന് അറിയോ? അതിലൊരു വീണ്ടും ഒരു കാര്യം എടുത്തുണ്ട്. ഇപ്പൊ ഒരു പ്രൊജക്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓൾ ഓഫ് എ സഡൻ സൈറ്റിൽ പല സർക്കംസ്റ്റൻസസ് ഉണ്ടാവാറുണ്ട്. അതിന്റെ അനുസരിച്ച് സിറ്റുവേഷൻ പ്രോബ്ലമാറ്റിക് ആവാം, വലിയ പ്രോബ്ലം ഇല്ലാത്തതാവാം. പക്ഷെ ഒരു വേറൊരാളുടെ കയ്യിൽ ഇരിക്കുന്ന സമയം അവരത് മറച്ചു വെക്കാനേ ശ്രമിക്കും. കാരണം അവരുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. പ്രസ്റ്റീജ് ഇഷ്യൂ ആവുമ്പോൾ അവരത് എങ്ങനെയും ഒഴിവാക്കി വിടാനും അതിനെ അറിയിക്കാതെ അതിനെങ്ങനെയും തപ്പിപ്പിടിച്ച് പണിയങ്ങ് തീർത്തിട്ട് പോകാം എന്നുള്ള രീതിയിലായിരിക്കും ചെയ്യുന്നത്. ബട്ട് ഇഫ് യു ഹാവ് ആൻ ആർക്കിടെക്ട് ഇൻ ഹാൻഡ്, ആ ആർക്കിടെക്ടിന് അവിടെ വന്നാൽ ആ ഇഷ്യൂ എന്താണെന്ന് മനസ്സിലാക്കാനും അതിന് വേണ്ടുന്ന ഒരു പ്രോപ്പർ സൊല്യൂഷൻ അറ്റ് ദ മൊമെന്റ് വിത്തിൻ 1 week or 2 week ആ ക്ലയന്റിന് കൊടുക്കാനും പറ്റും. അത് കറക്റ്റ് ചെക്ക് ചെയ്ത് പോകും. ഞാൻ എപ്പോഴും ക്ലയൻസിനോട് പറയും ആർക്കിടെക്ട് എന്ന് പറയുന്നത്
ആസ് എ ക്ലയന്റ് നിങ്ങൾക്കുള്ള ഒരു മീഡിയേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. സൈറ്റിൽ നടക്കുന്ന വർക്കിനകത്ത് നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ടെക്നിക്കൽ അഡ്വൈസസ് തരുന്ന ആളാണ്, ഒരു ബ്രെയിനും നോളജും ഇൻപുട്ട് ചെയ്യുന്ന ആളാണ്. നിങ്ങൾക്ക് ഒരു പ്രശ്നം വന്നോ, അവിടെ സൊല്യൂഷൻ കൊണ്ടുവരേണ്ട ആളാണ്. നിങ്ങൾക്കൊരു സംശയം വന്നോ, ഹീസ് ദ റൈറ്റ് പേഴ്സൺ ടു കോൾ. എല്ലാ സൈറ്റിലും എന്താവശ്യവും ഫ്രം സ്റ്റാർട്ട് ടു ഫിനിഷ് നിങ്ങൾക്ക് വിളിക്കാനുള്ള ഒരേ ഒരാളാണ് ഈ ആർക്കിടെക്ട് എന്നുള്ളത്. ഇത് പലപ്പോഴും ക്ലയൻസ് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അതിന്റെ റീസൺ നമുക്ക് എല്ലാ രീതിയിലും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട്, മെറ്റീരിയൽ ആവട്ടെ, അതിന്റെ കൺസ്ട്രക്ഷൻ രീതി ആവട്ടെ, അല്ലെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഡിസൈൻ വൈസ് ഉള്ള കാര്യങ്ങളാവട്ടെ, അല്ലെങ്കിൽ ഒരു ക്ലയന്റിന് വേണ്ടുന്ന ആവശ്യകത മനസ്സിലാക്കി കൊടുക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ എല്ലാ പോയിന്റ് ഓഫ് വ്യൂവിലും നമ്മുടെ ഒരു 5-6 ത്രെഡാണ് കയ്യിരിക്കുന്നത്. 5-6 ത്രെഡിനും ഓരോ ത്രെഡിന്റെ ഒരു കോമ്പിനേഷനിൽ ഒരു വീട് അത്ര ഭംഗിയിൽ ഇംപ്ലിമെന്റ് ചെയ്ത് തരാൻ പറ്റുള്ളൂ. അതെ, അതിപ്പോ വീടെന്ന് മാത്രമല്ലല്ലോ, നമ്മള് ഡിസൈൻ ചെയ്യുന്ന നമ്മളിപ്പോ EV സ്റ്റേഷൻ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ കാറിന്റെ ഷോറൂം ചെയ്തിട്ടുണ്ട്. ആ ഷോറൂമിലൊക്കെ നമ്മൾ എന്തോരം ഇൻപുട്ട് കൊടുത്തിട്ടാണ്. ഒരു ഷോറൂം ആണ്, ബട്ട് അതിൽ നമ്മൾ ചിന്തിച്ച രീതി എന്റെ ഡിഫറെന്റ്, അതിന്റെ ഔട്ട്കം വന്നതും വ്യത്യാസം, അതിൽ ക്ലയന്റ് സാറ്റിസ്ഫാക്ഷൻ ഹ്യൂമങ്കസ് ആണ്. അപ്പൊ ഇത് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ക്ലയന്റിന് മനസ്സിലായി. ഓഫ്കോഴ്സ് അതൊരു നമ്മുടെ നാട്ടിലെ ഒരു ഐക്കോണിക് എലമെന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അതെന്നാ മറ്റേ കൺവെൻഷണൽ രീതിക്ക് ചിന്തിക്കുമ്പോൾ വരുന്ന കോസ്റ്റിനെക്കാളും ഫാർ ചീപ്പർ അല്ലേ. അത് വീണ്ടും കണക്ട് ചെയ്ത് ആ ഐക്കോണിക് ആകുമ്പോൾ പുള്ളിയുടെ മാർക്കറ്റിംഗിനെയാണ് അത് എഫക്ട് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ആ മാർക്കറ്റിംഗിലൂടെ പുള്ളിയുടെ സെയിൽസും പുള്ളിയുടെ ഇൻകം എല്ലാം മാറി. ഇപ്പൊ അവരറിയപ്പെടുന്ന ആ ഒരു ബിൽഡിങ്ങിന്റെ പേരിൽ ഇങ്ങനെ ഒരു ബ്രാൻഡ് എന്നുള്ള രീതിയിൽ ഈ റെഡ് ബിൽഡിംഗ് റെഡ് കണക്ട് ചെയ്യുന്ന എല്ലാവരും പറയാനും എളുപ്പമാണ്. ആ റെഡ് ബിൽഡിംഗ് അല്ലെങ്കിൽ ആ വലിയ ബ്രാൻഡിങ് സൈനേജ് നമ്മൾ ടോട്ടലിൽ പോയത് കൊണ്ട് ആ വലിയ സൈനേജ് കാണുമ്പോൾ അവർ ജവാൻ പെട്ടെന്ന് കണക്ട് ചെയ്യും. അതെ. അപ്പൊ ഇതെല്ലാം ഇത് കൂട്ടി വായിക്കുന്ന ഒരു ക്ലയന്റിന് ഒരു ആർക്കിടെക്ടിന്റെ പൈസ അപ്പോഴും ഏറ്റവും വാല്യൂ ഫോർ മണി. അയാള് ആ ഒരു പ്രൊജക്റ്റിൽ മുടക്കാനിരിക്കുന്ന പൈസ ഏറ്റവും റിട്ടേൺ കിട്ടുന്ന ഒരു എലമെന്റ് ആർക്കിടെക്ട് കൊടുക്കുന്ന പൈസ ആയിരിക്കും. പക്ഷെ അപ്പോഴും ആ റൈറ്റ് ആർക്കിടെക്ട് ആ പ്രൊജക്റ്റിനും അവരുടെ ഐഡിയക്കും പലരും തോട്ടും പലരുടെ കോൺസെപ്റ്റ്സും വ്യത്യാസമായിരിക്കും. അതിന് പറ്റിയ ആളാണെന്നുള്ള ഉറപ്പിക്കണം. പക്ഷെ ഇഫ് they have the right person, അത് അവര് മുടക്കാൻ പോകുന്ന ഏറ്റവും ബെറ്റർ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും ഒരു ആർക്കിടെക്ട് എന്നുള്ളത് നമുക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് പറഞ്ഞു കൊടുക്കാം. നമ്മളിപ്പോഴും പറയുന്നു, ക്ലയൻസ് ചോദിക്കുന്നത് നമ്മൾ പറയാനുള്ള കാര്യം. ഒരിക്കലും ആർക്കിടെക്ട് ഒരിക്കലും എക്സ്പെൻസീവ് അല്ല. ഈസ് ദ ബെറ്റർ വാല്യൂ പ്രപ്പോസിഷൻ ഫോർ ദ പ്രൊജക്ട്. അതിനകത്ത് അതിലും ബെറ്റർ ഒരു വാല്യൂ പ്രപ്പോസിഷൻ ആ പ്രൊജക്റ്റിൽ അവർക്ക് എടുക്കാനില്ല എന്നുള്ളതാണ് ശരിക്കും പറയാം. ഈ ഹോൾ പിക്ചർ മനസ്സിലാക്കിയ ക്ലയൻസ് വരുന്നുണ്ട്, കിട്ടാത്തതുകൊണ്ട് പലപ്പോഴും പലരും പല ഫെയിലിയറിലോട്ടേക്ക് പോകുന്നത്. അതെ പോട്ടെ, 10 വർഷം കഴിഞ്ഞ് അവർ ചെയ്യാനിരിക്കുന്ന റെനോവേഷന്റെ അതിന്റെ 1% ചിലപ്പോൾ അതിനകത്ത് ആർക്കിടെക്ടിന്റെ ഫീ ആയിട്ട് വരുന്നു എന്നുള്ളതാണ്. അപ്പോ അതൊരു ജനറൽ മിത്ത. അത് നമുക്ക് ബ്രേക്ക് കുറെ കൂടി ഒരു ഇൻസൈറ്റ്സ് കൊടുക്കാൻ പറ്റിയെന്ന് എനിക്ക് തോന്നി. നമുക്ക് വരും എപ്പിസോഡ്സിനകത്ത് നമുക്ക് ഒരു ആർക്കിടെക്ടിന് ഇന്നർ വർക്കിംഗ്സ് എന്നുള്ള ചിലപ്പോൾ ഒരു ഡീപ് ഡൈവ് നമുക്ക് നടത്താം. അതിലൊരു പിക്ചർ എല്ലാവർക്കും കിട്ടുന്നത്. അതെ, കേൾക്കുന്ന ആൾക്കാർക്ക് അതാ ഒരു ഇതിപ്പോ ഒരു നമ്മൾ പറഞ്ഞ രീതിക്കാണെങ്കിൽ ആർക്കിടെക്ടിന്റെ ഉപയോഗം എന്താണ്, അല്ലെ അവരെങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ആവുന്നു എന്നുള്ളത് ബേസിക് ആയിട്ട് കിട്ടും. അതെ, ഇതിന്റെ ഇന്നർ വർക്കിംഗ്സ് എന്താണ്. ഇപ്പം റിയൽ ലൈഫ് എക്സാമ്പിൾസ് വെച്ച് നമുക്ക് പലതും പറയാം. ഇപ്പൊ ഈ സഞ്ജീവന്റെ ഞാൻ വരുന്ന പുതിയ ക്ലയൻസ് പലതും പറയാറുണ്ട്. ആ നമ്മുടെ ഏർലി പ്രൊജക്ട്സിനകത്ത് നമുക്ക് ആ പ്രൂവ് ചെയ്ത് കാണിച്ചപ്പോ ഉണ്ടായിരുന്ന ഇമ്പാക്ട് ഭയങ്കര വ്യത്യാസമാണ്. അല്ലെങ്കിൽ ആ ഒരു റെഫറൻസ് ഓരോരുത്തർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ കുറെ കൂടി ബെറ്റർ ഡിസിഷൻസ് വന്നേ. അതെ. അപ്പൊ നമുക്ക് അടുത്ത ഫർദർ എപ്പിസോഡ്സ് നമുക്ക് ഇതിനകത്ത് ഒരു ഡീപ് ഡൈവ് നടത്താം. ഈ പറഞ്ഞ പോലെ ആർക്കിടെക്ടിന് ഇന്നർ വർക്കിംഗ്സ് എന്താണ്, അതിന്റെ പ്രൊസീഡിങ്സ് എന്താണെന്നുള്ളത് നമുക്ക് ഡീപ് ഡൈവ് എടുക്കുമ്പോൾ എല്ലാവർക്കും കുറെ കൂടി ഇൻഫോർമേറ്റീവ് ആവും. അറ്റ് ദി എൻഡ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സോഷ്യൽ കോസ്, ഇപ്പൊ ഒരു ആർക്കിടെക്ട് എന്താണെന്നുള്ളത് പോയിന്റ് ഓഫ് വ്യൂ കൂടുതൽ ആളുകളിലോട്ട് എത്തിക്കാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നു അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരു ബെറ്റർ പെർസ്പെക്റ്റീവും ഇന്നർ വർക്കിംഗ്സും കിട്ടുമ്പോൾ നമുക്ക് എന്താ പറയാ, ഇനിയെങ്കിലും ഡിസൈൻ കൺസ്ട്രക്ഷനിലോട്ടേക്ക് ഇറങ്ങാൻ പോകുന്ന ആളുകൾക്ക് അതെ റൈറ്റ് ടൈമിൽ അതിന്റെ വാല്യൂ മനസ്സിലാക്കി ഒരു ബെറ്റർ പ്രൊപ്പോസിഷൻ അല്ലെങ്കിൽ ആ ഒരു ക്ലയന്റിന് എടുക്കാൻ പറ്റും എന്നുള്ളത്. നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്നതിന്റെ ഒരു സോഷ്യൽ കോസ് അങ്ങനെ ഒരു ബെറ്റർ ഡിസിഷനിലോട്ടേക്ക് ആളുകൾ എത്തിക്കുന്നുള്ള ഒരു എക്സ്പെക്ടേഷനിൽ നമുക്ക് ഈ ഒരു എപ്പിസോഡ് നമുക്ക് ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.